ചുറ്റും പച്ചപ്പ് നിറഞ്ഞ തികഞ്ഞ ഗ്രാമീണത. പച്ചപ്പിന് നടുവിലായി തലയെടുപ്പോടുകൂടി പാലയ്ക്കൽ തറവാട്. ശാരദേ, ശാരദേ. പതിവ് പോലെ നേരം വെളുത്തപ്പോൾ തന്നെ ഉമ്മറത്ത് നിന്ന് മാധവപ്പണിക്കരുടെ വിളിയെത്തി. രാവിലെ തന്നെ തുടങ്ങിയല്ലോ ദൈവമേ. ശാരദ പിറുപിറുത്തുകൊണ്ട് ചായയുമായി ഉമ്മറത്തേക്ക് നടന്നു. ദാ ചായ. പത്രം ഇവിടെ കാണുന്നില്ലല്ലോ. സച്ചിമോൻ എടുത്തിട്ടുണ്ടാവും, അല്ലാതെ ആരെടുക്കാനാ? അതിന് സച്ചി ഇന്നലെ വന്നായിരുന്നു. ഓ, നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ. ശ്രീജ രാത്രി വൈകി അവനെ നോക്കി ഉമ്മറത്തുണ്ടായിരുന്നു. നീ പോയി അവൻ വന്നോന്ന് ആദ്യം അന്വേഷിക്കേ. ഒന്നും മൂളിക്കൊണ്ട് ശാരദ മുടിയിലേക്ക് നടന്നു. പാലയ്ക്കിലെ ഒരേയൊരു അനന്തരാവകാശിയാണ് സച്ചിദാനന്ദ് എന്ന സച്ചി. മാധവ പണിക്കരുടെയും ശാരദാമ്മയുടെയും കൊച്ചുമോൻ. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞ ഇവരുടെ മകൻ മുകുന്ദന്റെയും ശ്രീജയുടെയും ഒറ്റപുത്രൻ. കക്ഷി ഒരു മാധ്യമ പ്രവർത്തകനാണ്. തന്റെ ജോലിയേക്കാൾ വലുതല്ല മറ്റൊന്നും. എന്നാൽ വീട്ടിലെത്തിയ കുടുംബം മാത്രം. ജോലിയും വീടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കില്ല. അതാണ് അവനെ വ്യത്യസ്തനാക്കുന്നതും. മോളെ ശ്രീജയെ. ശാരദാമ്മ വാതിലിൽ മുട്ടാൻ തുടങ്ങിയതും ശ്രീജ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഇന്ന് എന്തു പറ്റി നിനക്ക്? സാധാരണ വെളുപ്പിന് തന്നെ അടുക്കളയിൽ ഹാജരാകുന്നതാണല്ലോ. ഇന്ന് ഇത്ര നേരമായിട്ടും കണ്ടില്ല. അതമ്മേ, ഇന്നലെ സച്ചിയെ നോക്കിയിരുന്ന് ഉറങ്ങാൻ ഒത്തിരി വൈകിപ്പോയി. ഞാൻ കുളി കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വരാം. സച്ചിമോൻ എപ്പോഴാ വന്നേ? പുലർച്ചെ 3 മണിയും കഴിഞ്ഞിട്ടാമേ അവനെത്തിയേ. ഇവന് മാത്രം എന്താ ഇത്രയും സമയത്തെ ജോലി? നേരം വെളുത്തപ്പോ പോയതല്ലേ ഇവിടുന്ന്? തെല്ലൊരു പരിഭവത്തോടെ ശാരദാമ്മ ചോദിച്ചു. അമ്മ തന്നെ അവനോട് ചോദിക്കുന്നതാവും നല്ലത്. പറ്റുമെങ്കിൽ അച്ഛനോട് പറഞ്ഞ അവനെ ഒന്ന് ഗുണദോഷിക്കണം. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. അതെന്താ ശ്രീജ അങ്ങനെ ഒരു വർത്താനം? എന്തു ചെയ്യാനാമേ, ഞാനും ചോദിച്ചത് അവനോട് ഇതേ ചോദ്യം. പത്രത്തിലെ പണിയായി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നും പറഞ്ഞ ഒറ്റ പോക്കാവൻ. ഇതിപ്പോ ആദ്യത്തെ തവണ ഒന്നുമല്ല അവന്റെ രാത്രി സേവനം. ഞാനായിട്ട് പറയുന്നുണ്ട് അവനോട്. വീട്ടിലിരിക്കുന്നവരുടെ വേദന അവനറിയണ്ടല്ലോ. വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറയൂ. അതില്ല. എന്നാ അങ്ങോട്ട് വിളിച്ചാലോ കിട്ടേമില്ല. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഏതായാലും കുളിച്ചിട്ട് താഴേക്ക് വാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സമയമായെന്നും പറഞ്ഞ് ഇപ്പോൾ വിളി വരും. ശരിയമ്മേ, ഞാൻ ദേ എത്തി. പ്രായാധിക്യം വന്ന കാലുകൾ വേയിച്ചു വെച്ച് ശാരദാമ്മ മെല്ലെ പടികൾ ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നു. ആവി പാറുന്ന പുട്ടും കടലയും നാടൻ പൂവും പഴവും എല്ലാം തീന്മേശയിൽ നിറഞ്ഞു. പലർക്കും പല ഇഷ്ടങ്ങളാണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. പണ്ട് മുതലേ ഉള്ള ശീലാണ്. അതിലേറ്റവും നിർബന്ധം മുകുന്ദനാണ്. ആദ്യം തന്നെ മുത്തശ്ശൻ സീറ്റ് ഉറപ്പിച്ചു. പിന്നാലെ ശാരദാമ്മയും സച്ചിയും എത്തി. എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ശ്രീജയും സച്ചിക്കടുത്തായിരുന്നു. സാധാരണ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെ ആകെ ശബ്ദമുഖരിതമാണ്. ഇന്ന് എന്തുകൊണ്ടോ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. മൗനം ഭേദിച്ചുകൊണ്ട് സച്ചിയാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്താമ്മേ, കുറച്ചുനേരമായാലും മുത്തശ്ശിയുമായി കണ്ണുകൊണ്ട് ഈ കഥകളി? അപ്പോഴാണ് സച്ചി അവരെ ശ്രദ്ധിക്കുമായിരുന്നെന്ന് ഇരുവർക്കും മനസ്സിലായത്. നിന്റെ കാര്യമല്ലാതെ ഞങ്ങൾക്ക് എന്താ മോനെ ഉള്ളേ? ശാരദാമ്മ തന്നെ പറഞ്ഞു തുടങ്ങി. ആഹാ, അതുകൊള്ളാലോ. എന്താ മുത്തശ്ശി, കല്യാണക്കാര്യം വല്ലതും ആണോ? മുഖത്തൊരു നാണം വരുത്തിക്കൊണ്ട് സച്ചി ചോദിച്ചു. ആ, അതും ആലോചിക്കാവുന്നതാണ്. വയസ്സെത്ര ആയിന്നാ? അപ്പോ അതല്ലായിരുന്നോ വിഷയം? ഞാൻ വെറുതെ മോഹിച്ചു. സച്ചി മുഖത്ത് സങ്കടം വാരി വിതറി. അമ്പടാ, നീ എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോടാ? ഏയ് ഇല്ല മുത്തശ്ശി. ഇനി സമയമുണ്ടല്ലോ, ഞാൻ കുഞ്ഞല്ലേ. ഉവ് വയസ്സ് 26 കഴിഞ്ഞു. ഒരു കുഞ്ഞാവാനായി. അപ്പോഴാ അവൻ കുഞ്ഞാണെന്ന്. ശ്രീജിയാണ് മറുപടി പറഞ്ഞത്. ശ്രീജിയുടെ മറുപടിയിൽ എല്ലാരിലും ചിരി പടർന്നു. അപ്പോഴേക്കും സച്ചിയുടെ ചോദ്യം എത്തി. അല്ല, ശരിക്കും നിങ്ങൾ രണ്ടാളും എന്തായിരുന്നു എന്നെപ്പറ്റി ഇവിടെ ചർച്ച? അത് പറഞ്ഞില്ലാലോ. നിറഞ്ഞു നിന്ന ചിരി എല്ലാ മുഖത്തു നിന്നും ഒരുപോലെ അപ്രത്യക്ഷമാകുന്നത് അവൻ അറിഞ്ഞു. ഗൗരവമുള്ള എന്തോ ആണെന്ന് അവൻ ഊഹിച്ചു. എന്നാലും എന്തായിരിക്കും? അവൻ ചിന്തയിലാണ്ടു. ആലോചിച്ച് തീരും മുമ്പ് തന്നെ മുത്തശ്ശിയുടെ ചോദ്യം വന്നു. നിനക്ക് മാത്രം എന്താ സച്ചിമോനെ പാതിരാത്രിയായാലും പണി കഴിയാതെ? ഓ, അതായിരുന്നല്ലേ പ്രശ്നം. അവനൊരു നെടുവേർപ്പെട്ടു. അതെ, അതെന്താ നിനക്ക് ഇത്ര നിസ്സാര കാര്യമായിട്ടാണോ തോന്നുന്നേ? ശ്രീജ പരിഭവം മറച്ചു വെച്ചില്ല. എന്റെ പൊന്നമ്മമാരെ, ഞാനിപ്പോ ഒരു വമ്പൻ സ്രാവിന്റെ പിന്നാലെയാ. അതൊന്ന് എന്റെ വലയിൽ കുടുങ്ങുന്നത് വരെ കുറച്ചു കഷ്ടപ്പാടാ. കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പത്രത്തിൽ എക്സ്ക്ലൂസീവായി പ്രസിദ്ധീകരിച്ചു വരും. ഒപ്പം അതിന് പിന്നിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച ഞങ്ങളെ ചിലരെയും ലോകമറിയും. ഇത്രയും പറഞ്ഞ് അവനൊരു നെടുവേർപ്പെട്ടു. നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? അതുവരെ യാതൊന്നും സംസാരിക്കാതെ കേൾവിക്കാരനായി മാത്രമിരുന്ന മാധവ പണിക്കർ ഒന്നും മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. ഒക്കെ വഴിയും മനസ്സിലാവും മുത്തച്ഛ. അത്രയും പറഞ്ഞവൻ എല്ലാവരുടെയും വായ അടപ്പിച്ചു. വേഗം കഴിച്ചെന്ന് വരുത്തി സച്ചി എഴുന്നേറ്റു.
അധിക നേരം അവിടെ ഇരുന്ന അടുത്ത ചോദ്യം വരും. ഒടുവിലെല്ലാം പറയേണ്ടി വരും. എന്താണ് സച്ചിയുടെ മനസ്സിലെന്ന് ആർക്കും പിടികിട്ടിയില്ലെങ്കിലും ഗൗരവമേറിയ എന്തോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ ഭയം ഓരോ മുഖത്തും പ്രതിഫലിച്ചു. കുറച്ചു കഴിഞ്ഞതും വേഷമൊക്കെ മാറി സച്ചി താഴേക്ക് വന്നു. ദേ, ഞാൻ ഇറങ്ങുവാ, എത്താൻ വൈകും, കാത്തിരുന്ന് മുഷിയണ്ട, ഇടയ്ക്ക് സമയം കിട്ടിയാൽ ഞാൻ വിളിച്ചോളാം. ഇത്രയും പറഞ്ഞ് സച്ചി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്ക് ശ്രീജാവിനെ പുണർന്ന് നെറുകയിൽ മുത്തി. എന്താമേ, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, അവൻ തെല്ലൊരാശങ്കയോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, നീ പോയിട്ട് വാ. തിരികെ അമ്മയെ ചുംബിച്ച് അവനിറങ്ങി. പതിവില്ലാത്തൊരു ഭയം തന്നെ തളർത്തുന്നത് ശ്രീജ അറിയുന്നുണ്ടായിരുന്നു. സച്ചിയുടെ കാറ് ഗേറ്റ് കടന്നു പോകുന്നതുവരെ അവർ വാതിൽക്കൽ തന്നെ നിന്നു. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകി. രാത്രി എല്ലാവരും അത്താഴം കഴിക്കാൻ ഇരിക്കുമ്പോഴും സച്ചി എത്തിയിട്ടില്ല. സച്ചിമോൻ വിളിച്ചില്ലേ മോളെ? ഇല്ലച്ചാ, വിളിക്കാന്നൊക്കെ സ്ഥിരം പല്ലവി പറഞ്ഞു പോയതാ, അല്ലേലും പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ വന്നോളും, ഇതിപ്പോ പതിവാണല്ലോ. മോളിരുന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഞാൻ കഴിച്ചോളാച്ചാ, ഇപ്പോ വിശപ്പില്ല. എന്തേലൊക്കെ കഴിക്കേ. അത്രയും പറഞ്ഞ മാധവ പണിക്കർ അത്താഴം മുഴുവിപ്പിക്കാതെ എഴുന്നേറ്റുപോയി. എല്ലാവരും ഉറങ്ങാൻ പോയെങ്കിലും ശ്രീജ മാത്രം ഉമ്മറത്ത് സോഫയിൽ സച്ചിയെ പ്രതീക്ഷിച്ചിരിപ്പുറപ്പിച്ചു. തന്റെ ഹൃദയം ഉള്ളിൽ പെരുമ്പറം മുഴക്കുന്നത് അവരറിഞ്ഞു. നോക്കിയിരുന്ന് ചെറുതായൊന്ന് മയങ്ങി വന്നപ്പോഴാണ് പുറത്ത് വണ്ടിയുടെ ശബ്ദം. കണ്ണും തിരുമ്മി ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 4:30. സച്ചിയുടെ കൈവശം ചാവിയുണ്ടാവും, അതുകൊണ്ട് തന്നെ പോയി വാതിൽ തുറന്നു കൊടുക്കേണ്ട ആരുമില്ല. എന്നാലും അവർക്ക് ഇരുപ്പുറക്കുന്നുണ്ടായിരുന്നില്ല. വാതിൽ ലക്ഷ്യമായി നടന്നു തുടങ്ങിയപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി. വന്നത് സച്ചിയല്ലെന്ന് മനസ്സിലായതും അവരെ വല്ലാത്തൊരു ഭയം കീഴ്പ്പെടുത്തി. ധൈര്യം സംഭരിച്ചുകൊണ്ട് ശ്രീജ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ പാതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി അവർക്ക്. കേറി വാ പിള്ളേരെ. സച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്നവരും അതിലുപരി അവന്റെ ഉറ്റ ചങ്ങാതിമാരുമായ വിഷ്ണുവും സേതുവുമായിരുന്നു അത്. അല്ല, നിങ്ങളെന്താ ഈ നേരത്ത്? ഇരുവരും ഒന്നും പറയാതെ ഉള്ളിൽ കയറി. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ടെങ്കിലും ഈ നേരത്തുള്ള വരവ് അവരെ തെല്ലൊന്നും ഭയപ്പെടുത്താതിരുന്നില്ല. നിങ്ങളിരിക്കു പിള്ളേരെ. സച്ചി എവിടെ വിച്ചു? അവൻ നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? എന്തു മറുപടി പറയുമെന്നറിയാതെ ഇരുവരും മുഖാമുഖം നോക്കി. എന്താടാ പ്രശ്നം? നിങ്ങളെന്താ ഞാൻ ചോദിക്കുന്നതൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ലാലോ? ഭയം അവരെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. അതാൻ്റെ, സച്ചി ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് പോയതാണ്, കുറച്ച് ഡാറ്റ ശേഖരിക്കാൻ. രാത്രി 9 മണിക്ക് കാണാമെന്നാ പറഞ്ഞേ. ഈ നേരം വരെ ഞങ്ങൾ അവനെ ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. വിഷ്ണു പൂർത്തിയാക്കും മുമ്പ് തന്നെ ശ്രീജ തളർന്ന് നിലത്തേക്കിരുന്നു പോയി. അവൻ അമ്മയെ വിളിച്ചിരുന്നു ഇടയ്ക്കെപ്പോഴെങ്കിലും. ശ്രീജയുടെ ചെറിയ ഏങ്ങിക്കരച്ചിൽ അപ്പോഴേക്കും ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നു. ഉമ്രത്തെ സംസാരവും കരച്ചിലും കേട്ടിട്ടാണ് മാധവ പണിക്കരും ശാരദാമ്മയും അങ്ങോട്ടേക്ക് വന്നത്. എന്താടെവിടെ? ശ്രീജ എന്തിനാ അലമുറയിടുന്നേ? സച്ചി എവിടെ? എന്താ നടക്കുന്നതെന്നറിയാതെ മാധവ പണിക്കർ ചോദ്യങ്ങൾ നിരത്തി. രണ്ടാളും നടന്നതെല്ലാം പറഞ്ഞു. ശാരദേ, നീ മോളെയും കുട്ടി അകത്തേക്ക് പൊക്കോ. സച്ചിമോൻ വന്നോളൂ. അവനിപ്പോ എന്നും വൈകി തന്നെയല്ലേ വരാറ്. മാധവ പണിക്കർ അത്രയും പറഞ്ഞെങ്കിലും ആ സ്വരത്തിന് സാധാരണ ഉണ്ടാവാറുള്ള ഗാംഭീര്യം നഷ്ടപ്പെട്ടിരുന്നു. ശാരദാമ്മ കുറെ ശ്രമിച്ചെങ്കിലും ഉള്ളിലേക്ക് പോകാൻ ശ്രീജ കൂട്ടാക്കിയില്ല. എല്ലാവരും ഉമ്മറത്ത് തന്നെയിരുന്നു. ശ്രീജയുടെ കരച്ചിൽ അവിടമാകെ പ്രതിധ്വനിച്ചു. നേരം കുറച്ചൊന്ന് പുലർന്നപ്പോഴേക്കും വന്നവർക്കൊപ്പം മാധവ പണിക്കരും സച്ചിയുടെ തിരോധാനം തേടിയിറങ്ങി. ശാരദേ, മുകുന്ദനെങ്ങാനും വിളിച്ചാ ഇതൊക്കെ പറഞ്ഞ് അവനെ കൂടി ആദ്യകേറ്റാൻ നിൽക്കണ്ട, കേട്ടല്ലോ? മാധവ പണിക്കർ ഒരു താക്കീതോടെ പറഞ്ഞിട്ടിറങ്ങിപ്പോയി. അതുവരെ പിടിച്ചു നിന്ന ശാരദാമ്മയും വിങ്ങിപ്പൊട്ടി. മോളെ, സമയം ഒരുപാടായി, നീ ചായയെങ്കിലും ഒന്ന് കുടിക്ക്. നമ്മുടെ മോനിങ് വരും. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. എനിക്ക് വേണ്ടമ്മേ, അവനെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാൽ മതിയായിരുന്നു. അല്ലാതെ ഒന്നും ഇറങ്ങില്ല എനിക്ക്. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. ശാരദാമ്മ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ശ്രീജ എഴുന്നേറ്റു. ഞാനെടുക്കാമേ, സച്ചിമോനായിരിക്കും. അവർ വേഗം പോയി ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. മറുപുറത്ത് നിന്ന് ഒന്നും കേൾക്കാഞ്ഞിട്ട് ശ്രീജ തന്നെ സംസാരിച്ചു തുടങ്ങി. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഇത് സച്ചിദാനന്ദന്റെ ആരാ സംസാരിക്കുന്നേ? അമ്മയാണ്. ഇതാരാ? ഞാൻ കൂടെ ജോലി ചെയ്യുന്നതാ. അവിടെ വേറെ ആരും ഇല്ലേ ഇപ്പോ? ഇല്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? സച്ചി ഇപ്പോൾ അവിടെ ഉണ്ടോ? തിരിച്ചു മറുപടിയൊന്നുമില്ലെന്ന് കണ്ടു നോക്കിയപ്പോൾ ഫോൺ കട്ടായതറിഞ്ഞു. ശ്രീജ വീണ്ടും നിരാശയോടെ ഉമ്മറപ്പടിയിൽ പോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും പിന്നെയും ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് എണീക്കാൻ തുടങ്ങിയതും കയ്യിലിരുന്ന മൊബൈൽ ഫോണും ബെല്ലടിക്കാൻ തുടങ്ങി. അമ്മ, ആ ഫോണൊന്ന് എടുക്കുവോ? ദേ, ഇതിലേക്കും ആരോ വിളിക്കുന്നുണ്ട്. ഹലോ ആൻറ്റി.
ഇത് വിഷ്ണു ആണ്. ആ മോനെ, നിങ്ങൾ സച്ചിയെ കണ്ടോ? ഇല്ലാൻഡി, എന്തേലും അറിഞ്ഞാൽ ഞാൻ വിളിക്കാം. നിങ്ങളിപ്പോ എവിടെയാ? അച്ഛനും ഇല്ലേ കൂടെ? ഞങ്ങൾ മൂന്നുപേരും ഉണ്ട് ഇവിടെ. ഞാൻ പിന്നെ വിളിക്കാം. തിരിച്ചെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു ഫോൺ വെച്ചു. അമ്മേ, ആരാ വിളിച്ചത്? സച്ചിയാണോ? അല്ല മോളെ, മറ്റാരോ ആണ്. ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഫോൺ വെച്ചു. എന്നെ വിഷ്ണുവാ വിളിച്ചത്. അവനും വേറൊന്നും പറഞ്ഞില്ല. എവിടെയാണെന്ന് ചോദിച്ചിട്ടൊന്നും പറയാതെ വെച്ചിട്ട് പോയി. അവർ അന്വേഷിക്കുന്ന തിരക്കിലാവും മോളെ. ഉം. ഇരുവരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നത്. ശാരദാമ്മ തന്നെ ഫോൺ എടുത്തു. ഫോൺ വിളിച്ചു വന്ന ശാരദാമ്മ കലങ്ങിയ കണ്ണുകളുമായി ഓടിവന്ന് TV ഓൺ ചെയ്ത് വാർത്താ ചാനൽ വെച്ചു. TVയിൽ കാണുന്ന ഫ്ലാഷ് ന്യൂസിൽ ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി. യുവ മാധ്യമപ്രവർത്തകൻ സച്ചിദാനന്ദ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ. മൃതദേഹം ഇന്ന് പുലർച്ചെ കായൽക്കരയിൽ കണ്ടെടുത്തു. തുടർന്ന് കാണുന്നതിന് മുമ്പ് തന്നെ ശ്രീജയുടെ ബോധം മറഞ്ഞിരുന്നു. കണ്ടുനിന്ന ശാരദാമ്മയും തളർന്നു വീണു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും മാധവ പണിക്കർ തറവാട്ടിലെത്തി. തന്റെ കൊച്ചുമകന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ശക്തി അയാൾക്കുണ്ടായിരുന്നില്ല. ആ ഉദ്യമം അവന്റെ ഉറ്റ മിത്രങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ വന്നത്. ഇന്നലെ ഈ സമയം പുഞ്ചിരിയോടെ ഈ വീട്ടിൽ നിന്നിറങ്ങിയ സച്ചിയെ ഓർക്കവേ കണ്ണുകൾ ധാരയായി പെയ്തിറങ്ങുന്നത് അയാൾ അറിഞ്ഞു. കരഞ്ഞു തളർന്നൊരു മൂലയ്ക്ക് അലമുറയിട്ടിരിക്കുന്ന ശ്രീജയെയും ശാരദാമ്മയും ആശ്വസിപ്പിക്കാൻ കൂടി നിന്നവരിൽ ആർക്കും കഴിയുമായിരുന്നില്ല. തറവാട്ടിലും പരിസരത്തുമായി വൻ ജനാവലി തന്നെയായിരുന്നു. ജനമധ്യത്തിലൂടെ ആംബുലൻസ് വീട്ടുപടിക്കലെത്തി. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ സച്ചിയുടെ മൃതദേഹം വിഷ്ണുവും സേതുവും അടങ്ങുന്ന അവന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോയി. പൊന്നോമന പുത്രന്റെ വിയോഗം താങ്ങാനാവാതെ അലമുറയിട്ട് കരയുന്ന ശ്രീജയെ ആശ്വസിപ്പിക്കാൻ അവിടെ കൂടിയവരിൽ ആർക്കും ആയില്ല. ആ മാതൃഹൃദയത്തിന്റെ വിങ്ങിപ്പൊട്ടൽ ഓരോ മിഴിയും ഈറനണിയിപ്പിച്ചു. പൊതുവെ ഗൗരവക്കാരനും കാർക്കശിക്കാരനുമായ മാധവ പണിക്കർ പോലും കണ്ടു നിൽക്കാനാവാതെ വിതുമ്പിപ്പോയി. അയാളും ഒരു മൂലയ്ക്ക് തളർന്നിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയല്ലേ, അധിക നേരം വയ്ക്കാനാവില്ലല്ലോ മുത്തശ്ശ. നിറകണ്ണുകളോടെ വിഷ്ണുവാണത് ചോദിച്ചത്. അത് ശരിയാ, പക്ഷെ അവന്റെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല മോനെ. എന്റെ കുഞ്ഞിന്റെ മുഖം അവസാനമായി അവനൊന്ന് കാണണ്ടേ. അത് പറഞ്ഞ് അദ്ദേഹം വിങ്ങിപ്പൊട്ടി. വിഷ്ണുവും സേതുവും അയാളുടെ ഇടം വലം ഇരുന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഇരുവരുടെയും കണ്ണുകളും അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ ഒരു പിടി ചാരമായി തങ്ങളുടെ പ്രിയ ചങ്ങാതി മാറുമെന്നോർക്കവേ കണ്ണുകൾ വീണ്ടും ധാരയായി പെയ്തിറങ്ങി. സച്ചിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വൻ ജനപ്രവാഹം തന്നെയായിരുന്നു. തറവാടിന് മുന്നിൽ പ്രായഭേദമന്യേ തടിച്ചുകൂടിയ ജനസാഗരം. അവൻ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നതിന് തെളിവല്ലേ. കുറച്ച് വൈകിയാണ് മുകുന്ദൻ എത്തിയത്. 6 മാസം മുമ്പ് ഇവിടുന്ന് പോകുമ്പോൾ ചെറു പുഞ്ചിരിയോടെ തന്നെ യാത്രയാക്കിയ തന്റെ പ്രിയപുത്രനെ അയാൾ ഓർത്തു. നിന്റെ അതേ നിറപുഞ്ചിരിയോടെ തന്നെ യാത്രയാക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ മോനെ. അയാൾ തന്റെ ഓമനപുത്രന്റെ മുഖത്തോട് മുഖം ചേർത്ത് വിങ്ങിപ്പൊട്ടി. അച്ഛനും മകനും എന്നതിലുപരി നല്ല സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. മുകുന്ദൻ എത്തിക്കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അലമുറകളെ ഭേദിച്ചുകൊണ്ട് സച്ചിയുടെ ചേതനയേറ്റ ശരീരം ചിതയിലേക്കെടുത്തു. മകനെ കൊണ്ടുപോകലേ എന്ന് അലറിക്കരയുന്ന ശ്രീജിയും ശാരദാമ്മയും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും പിടിച്ചു നിൽക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു പോകുന്ന മുകുന്ദനും മാധവ പണിക്കരും. അവിടെ കൂടി ഓരോരുത്തരിലും നൊമ്പരമായി. ഇന്നലെ വരെ ആ വീടിനെ വീടാക്കി മാറ്റിയ പാലയ്ക്കൽ തറവാടിന്റെ തേജസ്സും പ്രകാശവുമായ സച്ചി ഒരു പിടി ചാരമായി മണ്ണോട് അലിഞ്ഞു. സച്ചിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആളൊഴിഞ്ഞ് ശാന്തമായൊരു വൈകുന്നേരം ഒരു പോലീസ് ജീപ്പ് വീട്ടുപടിക്കൽ വന്ന് നിന്നു. ആ സമയം കോലായിൽ മാധവ പണിക്കർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ, സാറുമാർ ഇങ്ങോട്ട് കയറിയിരിക്കൂ, മുന്നിലെ ഇരിപ്പിടം ചൂണ്ടി അദ്ദേഹം പറഞ്ഞു. സ്ഥലത്തെ സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറുമാണ് വന്നിരിക്കുന്നത്. ഞാൻ നിസാം, ഇവിടുത്തെ CI. ഇത് കൃഷ്ണജിത്ത്, അറിയായിരിക്കുമല്ലോ, നമ്മുടെ SI ആണ്. അറിയാം സാറേ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ നേതൃത്വത്തിലാണ് സച്ചിദാനന്ദന്റെ കേസ് അന്വേഷിക്കുന്നത്. മുകുന്ദൻ രാവിലെ പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണ്. ചോദിച്ചോളൂ, എനിക്കറിയാവുന്നത് എന്ത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കുഞ്ഞിനെ തീർത്തവരെ എത്രയും വേഗം പൂട്ടണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പുറകെ തന്നെയാണ്. മറുപടിയായി അയാളൊന്ന് മൂളുക മാത്രം ചെയ്തു. സച്ചിദാനന്ദ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വിഷമമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങളെന്താ സാറേ എൻ്റെ കൊച്ചിൻ്റെ മരണം ആത്മഹത്യയാക്കി മാറ്റാൻ നോക്കുവാണോ? ഒരു കേസ് അന്വേഷണമാകുമ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ, നിസാം തുടർന്നു. എന്തായാലും ജീവിതം അവസാനിപ്പിച്ച് കളയാൻ മാത്രം ഒരു വിഷമവും എൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല സാറേ. ഉറച്ച ശബ്ദത്തോടെ അയാളത് പറയുമ്പോഴും കണ്ണുകൾ ഇറഞ്ഞണിഞ്ഞത് നിസാമ കാണുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ എവിടേക്കാണെന്ന് പറഞ്ഞിരുന്നു?
സാധാരണ പോലെ ജോലിക്ക് പോയതാണ് ഇവിടുന്ന്. വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിരുന്നു. മുഷിയണ്ടെന്നും അവന്റെ അമ്മയോട് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. വൈകുന്നത് എന്താണെന്ന് ആരും ചോദിച്ചില്ലേ? അവൻ കുറച്ച് ദിവസമായി വൈകിയാ വരുന്നേ. മാത്രമല്ല, അന്ന് രാവിലെ ഇതേപ്പറ്റി അവന്റെ അമ്മയും മകനുമായി സംസാരമുണ്ടായി. എന്നിട്ടോ അവനേതോ സ്രാവിന്റെ പുറകെയാണെന്നും അതിന്റെ തിരക്കാണെന്നൊക്കെയാ പറഞ്ഞേ. ഏത് സ്രാവ്? ഇരുവരും ഒന്നിച്ചാണത് ചോദിച്ചത്. അതേപ്പറ്റിയൊന്നും അവൻ ഞങ്ങളോട് പറഞ്ഞില്ല സാറേ. മാത്രമല്ല, ജോലി സംബന്ധമുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരം പതിവില്ല. ഇതേപ്പറ്റി കൂടുതൽ ആർക്കേലും അറിയുന്നുണ്ടാവുമോ? സച്ചിദാനന്ദന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും? ഞാൻ പറഞ്ഞതിൽ കൂടുതലൊന്നും ശ്രീജിക്ക് അറിയാൻ വഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ സാറേ, അവൻ വീട്ടിൽ വന്നാൽ പിന്നെ ജോലിക്കാര്യങ്ങളുടെ പുറകെ പോകില്ല. എപ്പോഴും ഞങ്ങളുടെ കൂടെ കാണും. ഓക്കെ. ചിലപ്പോ വിച്ചുവിന് സേതുവിനെ അറിയായിരിക്കും. അതാരാ? അവന്റെ സുഹൃത്തുക്കളാണ്. മൂന്നാളും ഒന്നിച്ചാ ജോലി ചെയ്യുന്നേ. ഓക്കെ. അവരാണോ അന്ന് എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്ന 2 പേര്? ആ, അതെ. ഓക്കെ, ഞങ്ങളിപ്പോ ഇറങ്ങുവാ. അവരെ ഒന്ന് കാണണം ഏതായാലും. ശരി സാറേ. അവർ ഇറങ്ങിയതും തെക്കേ തൊടിയിൽ കൊച്ചുമകൻ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്ക് അയാൾ മിഴികൾ വായിച്ചു. ഇരുകൺകോണിലും മിഴിമുത്തുകൾ പൊഴിഞ്ഞത് അയാൾ അറിഞ്ഞു. നിങ്ങൾ സച്ചിദാനന്ദന്റെ അടുത്ത സുഹൃത്തുക്കളല്ലേ? CI നിസാം സച്ചിയുടെ ഓഫീസിലെത്തി വിഷ്ണുവിനോടും സേതുവിനോടും വിവരങ്ങൾ ചോദിച്ചറിയാണ്. അതെ സാർ, അവൻ ഇവിടെയും പുറത്ത് ഞങ്ങൾക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു. വിഷ്ണു ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. പറഞ്ഞു കഴിയുമ്പോൾ മിഴികളിൽ ഉരുണ്ടുകൂടിയ നീർക്കണങ്ങൾ അവൻ അമർത്തി തുടച്ചു. അന്ന് സച്ചിദാനന്ദ് ഇവിടെ വന്നതിന് ശേഷമാണോ കാണാതാവുന്നേ? അതെ സാർ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചേ. രാത്രി 9 മണിക്ക് നമ്മൾ സ്ഥിരം ഒത്തുകൂടുന്ന പാർക്കിൽ കാണാമെന്നും പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിന്നും പോയത്. ഇവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളെ വിളിച്ചായിരുന്നോ? സ്ഥലത്തെത്തിയെന്നും സുരക്ഷിതനാണെന്നും പറഞ്ഞു. ഫോൺ ചിലപ്പോൾ ഓഫ് ചെയ്യുമെന്നും രാത്രി ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചേ. സച്ചിദാനന്ദ് എങ്ങോട്ടാ പോയേ? വിഷ്ണുവും സേതുവും മുഖാമുഖം ഒന്ന് നോക്കി. ശേഷം സേതു തന്നെ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ കുറച്ചുനാളായി ഒരു വള്ളിക്കെട്ട് കേസിന്റെ പിന്നാലെയായിരുന്നു. നമ്മുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാനായി ഒരു എക്സ്ക്ലൂസീവ് എടുക്കാൻ. അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ചു നാളായി ഓടി നടക്കുമായിരുന്നു. എന്തായിരുന്നു കേസ്? ഏതാ സ്ഥലം? സ്ഥലം ഞങ്ങൾക്കും കൃത്യമായി അറിയില്ല സർ. നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് മറക്കേണ്ട കാര്യം എന്താണ് സാർ ഉള്ളത്? ഞങ്ങളുടെ സച്ചിക്ക് നീതി ലഭിക്കണം. അവന്റെ മരണത്തിന് പിന്നിൽ ആരായാലും എത്രയും വേഗം പിടിക്കപ്പെടണം. അതിനെന്ത് സഹായം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. എന്നാ പറ, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം തിരയപ്പെടുന്ന ഒരു ക്രിമിനൽ ആരാണെന്ന് സാറിന് അറിയില്ലേ? ആരെയാ? അലക്സിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നേ? അതെ സർ. ഞങ്ങൾ അവന്റെ പിന്നാലെയായിരുന്നു. എന്നിട്ട് അവൻ എവിടെയുണ്ട്? അതറിയാവുന്നത് സച്ചിക്ക് മാത്രമായിരുന്നു. നിങ്ങളോട് അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? അലക്സിന്റെ ഒരു സഹായിയുണ്ട് ഇവിടെ. മുജീബ് എന്നാണ് അവന്റെ പേര്. സച്ചി അവനുമായി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് അലക്സിനെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അവന്റെ ഒളിത്താവളം എവിടെയാണെന്ന് മാത്രം ഞങ്ങളോട് അവൻ പറഞ്ഞിട്ടില്ല. അലക്സിനെ പറ്റി വേറെന്താണ് നിങ്ങൾക്കറിയാവുന്നേ? മുൻപ് കൊലപാതകവും ഗുണ്ടായുസും ആയിരുന്നെങ്കിൽ ഇപ്പോൾ പെൺവാണിഭവും മയക്കുമരുന്നുമാണ് ആണിന്റെ പ്രധാന തൊഴില്. അവന്റെ ഏജന്റുമാർ സിറ്റിയിലും മറ്റും തമ്പടിക്കും. ഇരയെ കിട്ടിയ തക്കം പാർത്ത് കടത്തിക്കൊണ്ടു പോകും. വലയിൽ വീഴുന്ന പെൺകുട്ടികളെ കൊണ്ട് ആദ്യം അവൻ അവന്റെ ആവശ്യം നിറവേറ്റും. പിന്നീട് വേറെ ഏജന്റുമാർക്ക് കൈമാറും. ഇത്രയും വലിയ അനീതി ഇവിടെ നടന്നിട്ട് ഒരു പരാതി പോലും ലഭിക്കുന്നില്ല. ആരും ഒന്നും അറിയുന്നുമില്ല. അത് നമ്മുടെ ആഭ്യന്തര വിഭാഗത്തിന്റെ കൂടെ വീഴ്ചയല്ലേ സർ? വിഷ്ണു പറഞ്ഞതിന് നിസാം ഒരു മങ്ങിയെ ചിരിച്ചിരിച്ചു. ഇതൊക്കെ പുറം ലോകം അറിയണമെന്ന ഉദ്യമത്തിൽ ഇറങ്ങി തിരിച്ച ഞങ്ങളുടെ സച്ചിയും പോയി. വിഷ്ണു ഒന്ന് നെടുവേർപ്പെട്ടു. അവന്റെ ഒളിത്താവളത്തെപ്പറ്റി ഒരു സൂചന കിട്ടിയെന്നും തെളിവുകളോടെ വേണം അവനെ പൊക്കാനെന്നും പറഞ്ഞു പോയതാ അവൻ. സേതു തുടർന്നു. നിങ്ങൾ എന്തുകൊണ്ട് അയാൾക്കൊപ്പം പോയില്ല? അവന് മാത്രമായിരുന്നു മുജീബായിട്ട് പരിചയം ഉണ്ടായിരുന്നേ. ഞങ്ങളെ കൂടി കണ്ട ചിലപ്പോൾ അവന്റെ ഒളിത്താവളം മാർക്കും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടാതെ അവൻ ഒറ്റയ്ക്ക് പോയെ. മുജീബിനെ നിങ്ങൾക്കൊരു പരിചയവും ഇല്ലേ? ഇല്ല സാർ. അതൊക്കെ സച്ചി തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ സഹായം വേണ്ടിവരും. കൂടെ ഉണ്ടാവണം. തീർച്ചയായും സർ. ഞങ്ങളുടെ സച്ചിക്ക് വേണ്ടി എന്തിനും തയ്യാറാണ് ഞങ്ങൾ. വിഷ്ണുവിന്റെ മറുപടിയിൽ സേതുവും സമ്മതമെന്നോണം തലകുലുക്കി. സർ. പോകാനിറങ്ങുമ്പോൾ സേതുവിന്റെ പിൻവിളി കേട്ട് നിസാം തിരിഞ്ഞു നിന്നു. എന്താടോ, എന്തേലും പറയാൻ വിട്ടുപോയോ? അതെ സർ. എന്നാ പറഞ്ഞോ. അന്നവനെ കാണാതാവുന്ന ദിവസം രാത്രി 9 മണി കഴിഞ്ഞും അവൻ വിളിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി. അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഫോൺ ഓഫായിരുന്നു. പക്ഷേ... എന്താ നിർത്തിയത്? ധൈര്യമായി പറ. 10 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് സച്ചിയുടെ ഒരു മെയിൽ വന്നിരുന്നു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡ്രൈവ് എന്ന ടെക്സ്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മെയിൽ കണ്ട ഉടനെ തന്നെ ഞങ്ങൾ അവനെ തിരിച്ചു വിളിച്ചു.
എന്നിട്ടോ? ബെല്ലടിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഫോൺ ഓഫാവുകയും ചെയ്തു. നിങ്ങൾക്കെന്തെങ്കിലും സംശയം? ഏതായാലും 10 മണി വരെ അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഡ്രൈവ് എന്നത് അവൻ്റെ എന്തെങ്കിലും അടയാളമായിക്കൂടെ? ഏതായാലും നമുക്ക് നോക്കാം. മൃതദേഹം കിട്ടിയ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. അത് തുറന്നു കിട്ടിയ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്നാണ് വിശ്വാസം. ഓക്കെ സർ. മാത്രമല്ല കോൾ ഡീറ്റെയിൽസ്, അവസാന ലൊക്കേഷനൊക്കെ നോക്കുന്നുണ്ട്. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കുമോ? അതെ, അത് കിട്ടിയാൽ മരണകാരണം അറിയാൻ കഴിഞ്ഞേക്കും. അത്രയും പറഞ്ഞ ശേഷം നിസാമ് തിരിഞ്ഞു നടന്നു. അഗാധമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന വിഷ്ണുവിനെ സേതു തട്ടി വിളിച്ചു. എന്താടാ വല്ലാത്തൊരാലോചന? എന്നാലും സേതു, എന്തായിരിക്കും അവൻ ഡ്രൈവ് എന്ന് മെയിൽ ചെയ്തത്? ഇനിയൊരു പക്ഷെ അവൻ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഫോൺ എടുക്കാൻ കഴിയില്ലെന്നെങ്ങാനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ അവൻ ഫോൺ എന്തിന് ഓഫ് ചെയ്ത് വെക്കണം? അവനെന്തേലും കാര്യത്തിന് പോയാൽ ഫോൺ ഓഫ് ചെയ്യുന്നത് പതിവില്ലല്ലോ. അതും ശരിയാ. എടാ, ഇനി പെൻഡ്രൈവ് വല്ലതായിരിക്കും അവൻ ഉദ്ദേശിച്ചേ? അവൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ ഡാറ്റ ഒക്കെ ഉണ്ടല്ലോ. ഒരു പിടിയില്ലടാ. നമുക്ക് എങ്ങനെയെങ്കിലും ആ മുജീബിനെ പൊക്കണം. ഇനി അവന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. സേതുവിൻ്റെ അഭിപ്രായം ശരിവെച്ചാവുന്ന പോലെ വിഷ്ണുവും തലകുലുക്കി. പെട്ടെന്നാണ് വിഷ്ണുവിൻ്റെ ഫോൺ ശബ്ദിച്ചത്. എടാ, ഇത് മറ്റേ CI ആണെന്ന് തോന്നുന്നു വിളിക്കുന്നേ. എന്തിനാണാവോ? എന്തേലും കാര്യം അറിയാൻ വേണ്ടിയായിരിക്കും. നീ ആദ്യം ഫോൺ എടുക്ക്. ഹലോ സർ. ശരി സർ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാം. എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് ഫോൺ സംഭാഷണം കേട്ടപ്പോൾ തന്നെ സേതുവിന് തോന്നി. എന്താ വെച്ചു കാര്യം? എന്തിനാ CI വിളിച്ചേ? എടാ, സച്ചിയുടെ ഫോൺ പരിശോധിച്ചു. കോൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അവൻ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് മുജീബിനെയാണ്. അതും അന്ന് വൈകിട്ട് 6 മണിക്ക്. വേറെന്തേലും പറഞ്ഞോ സർ? അവൻ്റെ ഫോൺ അവസാനമായി ഓണായി കാണിക്കുന്നത് രാത്രി 10 മണിക്ക്. അവസാന ലൊക്കേഷൻ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ അവിടെ. അവൻ്റെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെ. ഇത്രയും കേട്ടപ്പോഴേക്കും സേതുവിൻ്റെ കണ്ണിൽ നിന്നും ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളികൾ നിലതെറ്റി താഴേക്ക് പതിച്ചു. എന്താ സേതു ഇത്? ഒന്നുമില്ലടാ. പെട്ടെന്ന് ഞാൻ സച്ചിയെ ഓർത്തുപോയി. നീ കൂടി തളർന്നു പോകല്ലേ. നമുക്കൊന്ന് അവൻ്റെ വീട് വരെ ഒന്ന് പോകണം. എന്താ വെച്ചു പെട്ടെന്ന്? മറ്റേ മുജീബുടനെ പിടിയിലാവുമെന്നാണ് CI പറഞ്ഞേ. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ സച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുജീബിനെ പറ്റി അവിടെ നിന്ന് എന്ത് കിട്ടാനാണ്? ഇത്രയും കാര്യമായിട്ട് പിന്നാലെ നടന്ന കേസിനെ പറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തിനെ പറ്റിയെങ്കിലും അവൻ്റെ മുറിയിൽ ഉണ്ടാവാതിരിക്കുമോ? മാത്രമല്ല പോലീസ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നതിലും നല്ലതല്ലേ നമ്മൾ പോകുന്നത്? അത് ശരിയാ. അവർ അല്ലേ തന്നെ തകർന്നിരിക്കുവാണ്. അതിനിടയിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ കൂടി താങ്ങില്ല ചിലപ്പോൾ. പ്രത്യേകിച്ച് ശ്രീജ ആൻറ്റി. നമുക്കെന്നാ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വിട്ടാലോ സേതു? വാടാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്താ മക്കളെ ഈ നേരത്ത്? ഇന്ന് പോയില്ലേ രണ്ടാളും? ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് മുത്തശ്ശൻ ചോദിച്ചു. സച്ചിയുടെ അച്ഛനും ഉണ്ടായിരുന്നു ഉമ്മറത്ത് തന്നെ. ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. പിന്നെ സച്ചിയുടെ റൂമൊന്നും നോക്കായിരുന്നു. എന്തേലും കിട്ടിയ കേസ് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് CI സാർ പറഞ്ഞിരുന്നു. നിങ്ങൾ കയറി നോക്കിക്കോ മക്കളെ. എൻ്റെ മോനെ ഇല്ലാതാക്കിയവർ പുറത്ത് സുഖിച്ച് ജീവിക്കുമല്ലേ. അവരൊക്കെ എത്രയും വേഗം പിടിക്കപ്പെടണം. അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. പറഞ്ഞു തീർന്നതും മുകുന്ദനൊന്ന് വിതുമ്പിപ്പോയി. അടുത്തിരുന്ന മുത്തശ്ശനും കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നുണ്ടായിരുന്നു. എടാ സേതു, അവൻ എത്ര വൃത്തിയായിട്ടല്ലേ അവൻ്റെ മുറി സൂക്ഷിച്ചിരിക്കുന്നേ. അതേടാ, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി. അതവൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സേതു നെടുവേർപ്പെട്ടു. എടാ സേതു, സച്ചിയുടെ ലാപ്ടോപ്പ് ഉണ്ട് ഇവിടെ. ഇതിലെന്തെങ്കിലും കാണാതിരിക്കുമോ? നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ വിച്ചു. എടാ, ഇതിൽ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അത് നമുക്കറിയില്ലല്ലോ. സച്ചി ശ്രീജ 94, അതാണ് അതിൻ്റെ പാസ്വേഡ്. പിന്നെ നിന്നും കേട്ട ശബ്ദം സച്ചിയുടെ അമ്മയുടേതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അമ്മേ, ഇരുവരും ഒരേ സ്വരത്തിൽ വിളിച്ചു. അതേ മക്കളെ, അത് തന്നെയാ പാസ്വേഡ്. ഒരിക്കലും അവൻ തന്നെ പറഞ്ഞതാ അവൻ എവിടെയായാലും അവൻ്റെ അമ്മാവനോടൊപ്പം വേണമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പാസ്വേഡ് ഇട്ടതത്രേ. അവർ നിസ്സഹായതയോടെ ശ്രീജയെ നോക്കി. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, അവൻ എന്നിവിടെ തനിച്ചാക്കിപ്പോയി. ദൃഢകണ്ണുകളോടെ അവരത് പറയുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ഇരുവരും ഒന്ന് ചിന്തയിലാണ്ടു. തെല്ലൊന്ന് നിന്ന ശേഷം ഇരുവരും അവരെ വാരിപ്പുണർന്നു. തൻ്റെ പൊന്നുമകൻ സച്ചിയെ മാറോടണയ്ക്കുമ്പോൾ അവർ അവരെ ചേർത്ത് പിടിച്ചു. നിങ്ങളിവിടെ വന്ന് കെട്ടിപ്പിടിച്ച് നിപ്പാണോ? വാതിക്കൽ നിന്ന് മുകുന്ദൻ്റെ ചോദ്യമാണ് മൂവരെയും തിരികെ കൊണ്ടുവന്നേ. വിഷ്ണു തന്നെ പോയി ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അരിച്ചു പിറക്കി നോക്കിയിട്ടും ഒരു തുമ്പുമില്ല. മുറിയിലുള്ള പുസ്തകങ്ങളും ഷെൽഫും എല്ലാം തിരഞ്ഞിട്ടും ഒന്നും കണ്ടെത്താനായില്ല അവർക്ക്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നേ. എന്നിട്ട് പേരിന് പോലും ഒന്നുമില്ല. എന്നാലും അവൻ എവിടെയായിരിക്കും സേതു ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്?
അറിയില്ലെന്ന രീതിയിൽ വിഷ്ണു കൈ ചലിപ്പിച്ചു. ഇരുവരും തീർത്തും നിരാശയോടെ ഇരിക്കുമ്പോഴാണ് ശ്രീജയുടെ ചോദ്യം. നിങ്ങൾ അവന്റെ മെയിൽ നോക്കിയായിരുന്നോ? അതൊക്കെ നോക്കിയതാ. അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെയില്ല. ഡ്രൈവിൽ നിങ്ങൾ ശരിക്കും നോക്കിയായിരുന്നു? ശ്രീജയുടെ ആ ചോദ്യത്തിൽ ഇരുവരും ഒരുപോലെ ഞെട്ടി. ഏത് ഡ്രൈവ്? എണീറ്റപാടെ രണ്ടാളും ഒരുമിച്ചാണത് ചോദിച്ചത്. ഒന്നും മനസ്സിലാവാത്തതുപോലെ ശ്രീജ അവരെ നോക്കി. നിങ്ങളെന്താ പിള്ളേരെ ഇങ്ങനെ ചോദിക്കുന്നേ? മെയിലിനകത്ത് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഡ്രൈവ് അറിയില്ലേ നിങ്ങൾക്ക്? സച്ചിമോൻ മിക്കപ്പോഴും അതെടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പറയാതെ ഞാനിതൊക്കെ എങ്ങനെ അറിയാനാണ്? എടാ വെച്ചു, അത് തന്നെയാവും അവൻ മെയിലയച്ച ഡ്രൈവ്. മെയിലിലെ ഡ്രൈവ് ആയതുകൊണ്ടായിരിക്കും അല്ലാത്ത മെസ്സേജിന് പകരം അവൻ മെയിലയച്ചത്. അത് തന്നെയാവും. നീ ഒന്ന് വേഗം നോക്കിക്കേ ചെയ്തു. എടാ, ഇതും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പാസ്വേഡ് ഇല്ലാതെ എങ്ങനെയാ? അമ്മയ്ക്ക് ഇതിന്റെ പാസ്വേഡ് അറിയോ? നിസ്സഹായതയോടെ വിഷ്ണു ശ്രീജിയോട് ചോദിച്ചു. ഇല്ല മോനെ, അതവൻ എന്നോട് പറഞ്ഞിട്ടില്ല. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വെറിയാർന്ന ശബ്ദത്തിൽ അവർ അവരോട് പറഞ്ഞു. എടാ, ഏതായാലും മറ്റേ പാസ്വേഡ് തന്നെ ഇതിലും കൊടുത്തു നോക്കാം. രണ്ടൊന്നു തന്നെയാണെങ്കിലോ? വിഷ്ണു സേതുവിനെ അനുകൂലിച്ചു. വിച്ചു, ഇത് തന്നെയാ പാസ്വേഡ്. സേതു പറഞ്ഞു തീർന്നതും ഇരുവരും ഒന്നിച്ച് ഡ്രൈവിലെ ഓരോ ഫോൾഡറായി തിരയാൻ തുടങ്ങി. ഓരോ ഫോൾഡർ തുറക്കുമ്പോഴും ഇരുവരുടെയും കണ്ണുകൾ വിടരുന്നതും ഒരു വേള അവ ഇറനണിയുന്നതും എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. എന്തേലും കിട്ടിയോ സേതു? അതേ മുത്തശ്ശ, ഇത് മുഴുവൻ അവരെ പൂട്ടാനുള്ള തെളിവുകളാണ്. സച്ചിയെല്ലാം വളരെ കൃത്യമായി ചെയ്തു വെച്ചിട്ടാ നമ്മളെ വിട്ടുപോയെ. പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിന്റെ ഫോൺ ബെല്ലടിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. CI സാറാണ്. വിവരങ്ങൾ എന്തായെന്നറിയാൻ വിളിക്കുന്നതാവും. അതും പറഞ്ഞ് വിഷ്ണു അല്പം മാറി നിന്നു. ഫോൺ വിളിച്ചു കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വിഷ്ണുവിന്റെ മുഖത്ത് പോയതിനേക്കാൾ പ്രസന്നത വന്നത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചു. എന്താ വിച്ചുവേ, CI സാർ പറഞ്ഞേ? വിഷ്ണു വന്ന പാടെ മുത്തശ്ശൻ ആകാംക്ഷയോടെ ചോദിച്ചു. അത് മുത്തശ്ശ, മറ്റേ മുജീബിനെ അവർ പൊക്കി. ഇപ്പോൾ അലക്സിനെതിരെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അവനെ ഉടനെ പൊക്കും. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടും. മരുഭൂമിയിൽ പുതുമഴ പെയ്തുപോലൊരു കുളിർമ ഓരോ മുഖത്തും തെളിഞ്ഞു കണ്ടു. വിഷ്ണുവും സേതുവും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങി. വണ്ടിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മുകുന്ദനും അവർക്കൊപ്പം പോകാനിറങ്ങിയിരുന്നു. ചെന്നു കയറുമ്പോൾ തന്നെ മൂവരും കാണുന്നത് CIയും സംഘവും മുജീബിനെ ചോദ്യം ചെയ്യുന്നതാണ്. ശരീരം മുഴുവൻ പോലീസ് മർദ്ദനമേറ്റ പാടുകൾ കൃത്യമായി കാണാം. ഇത്രയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടും ഒരക്ഷരം മിണ്ടാൻ മുജീബ് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. സർ, നിങ്ങളെത്തിയോ? ഇങ്ങോട്ടിരിക്കേ, ഞാനിപ്പോൾ വന്നേക്കാം. അപ്പുറത്ത് നിന്ന് മുജീബിന്റെ അലർച്ച കേൾക്കാമായിരുന്നു അവർക്ക്. ആദ്യം കേട്ടപ്പോൾ ഒരലിവ് തോന്നിയെങ്കിലും സച്ചിയുടെ കാര്യം ഓർക്കവേ അവർക്ക് അവനോട് ദേഷ്യം തോന്നി. കുറച്ചു സമയം കഴിഞ്ഞതും CI വീണ്ടും വന്നു. ക്ഷമിക്കണം, അവനെക്കൊണ്ട് എങ്ങനെയെങ്കിലും പറയിപ്പിക്കാൻ പറ്റുമോ നോക്കുമായിരുന്നു. ഇത്രയൊക്കെ കൊണ്ടിട്ടും അവൻ വായ തുറന്നിട്ടില്ല ഇതുവരെ. അയാളൊരു നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. മൂവരും ഒന്നും മൂളുക മാത്രം ചെയ്തു. ശേഷം വിഷ്ണു തന്നെ പറഞ്ഞു തുടങ്ങി. സർ, ഇത് അവൻ്റെ ലാപ്ടോപ്പാണ്. അവൻ്റെ മെയിലിൽ ഡ്രൈവിൽ അലക്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി വിവരങ്ങളുണ്ട്. എല്ലാം വളരെ കൃത്യമായി അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ സർ. ലാപ്ടോപ്പ് അവർ CIക്ക് കൈമാറി. ലാപ്ടോപ്പ് സ്ക്രീനിൽ ഓരോന്നായി കണ്ണോടിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നതും പേശികൾ ദേഷ്യത്താൽ മുറുകുന്നതും കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു. എന്നാ നിങ്ങളിപ്പോൾ പൊക്കോ. അടുത്തവനെയും ഞങ്ങൾ ഉടനെ പൊക്കിയിരിക്കും. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ. സ്ക്രീനിൽ നിന്ന് മുഖമുയർത്തി അയാൾ അവരോടായി പറഞ്ഞു. അവർ പോകാനായി എഴുന്നേറ്റതും അയാൾ വീണ്ടും തുടർന്നു. ഈ ലാപ്ടോപ്പ് തൽക്കാലം ഇവിടെ വെക്കുവാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാവും സർ. സേതുവാണ് മറുപടി പറഞ്ഞത്. ഡാ മക്കളെ, നമുക്ക് അയാളെ വിശ്വസിക്കാലോ അല്ലേ? എന്താങ്ങളെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചത് അവിടെ കൊടുത്തിട്ട് വന്നപ്പോൾ ഒരു ചങ്കിടിപ്പ്. വിശ്വാസവഞ്ചന കൊണ്ടായ അവൻ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയി പോവില്ലേ? അതാണോ പ്രശ്നം? അങ്കിൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എല്ലാ ഡാറ്റയും പകർത്തിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് അത് കൊണ്ടുവന്നേ. അയാളുടെ കയ്യിൽ നിന്ന് പോയാലും അവൻ കഷ്ടപ്പെട്ടതൊരിക്കലും വെറുതെ ആവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സേതു അത് പറയുമ്പോൾ മുകുന്ദന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തിറങ്ങി. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മോന് ഈ ജന്മത്തിൽ ലഭിച്ച പുണ്യാണ്. ഇരുവരെയും ചേർത്ത് പിടിച്ച് മുകുന്ദൻ പറഞ്ഞു. അവിടെ നിന്ന് തിരികെ പോകാനിറങ്ങവേ അഴികൾക്കുള്ളിൽ കിടക്കുന്ന മുജീബിൽ അവരുടെ കണ്ണുകൾ ഉടക്കി. ഒരു വേള നിന്ന ശേഷം മൂവരും മുന്നോട്ട് നടന്നു. അവർ ഇറങ്ങിയതും ചോദ്യം ചെയ്യൽ വീണ്ടും തുടർന്നു. മുൻപത്തേക്കാൾ ഉശിരോടുകൂടിയാണ് ഇപ്പോൾ CI വന്നിരിക്കുന്നതെന്ന് അവന് കിട്ടുന്ന അടിയുടെ ശക്തിയിൽ മുജീബ് അറിഞ്ഞുകൊണ്ടിരുന്നു. തനിക്കെതിരെ എന്തൊക്കെയോ തെളിവ് കിട്ടിയെന്ന് അവൻ ഊഹിക്കാൻ പോന്നതായിരുന്നു ഇറങ്ങിപ്പോയവരുടെ നോട്ടവും ഇപ്പോൾ CI പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. പറയടാ, എവിടെയുണ്ട് നിന്റെ രക്ഷകൻ?
ഇനിയും കിട്ടിയ ചത്തുപോകുമെന്ന് തോന്നിയിട്ടാവും മുജീബ് വായ തുറന്നു. ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാനെല്ലാം പറയാം. മര്യാദയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഇത്രയും വാങ്ങിക്കൂട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ നിനക്ക്. മുജീബ് തളർന്ന് അവശനായി ഒരു മൂലയ്ക്ക് ഇരുന്നു പോയി. പറയടാ, എവിടെയാ അവന്റെ താവളം? അതും പറഞ്ഞ് നിസാം അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തതും മുജീബ് തൊഴുകൈകളോടെ അയാളെ നോക്കി യാചിച്ചു. ഞാൻ പറയാം. അറിയുന്നത് ഉള്ളതുപോലെ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം, അല്ലേ നിന്നെ ബാക്കി വെച്ചേക്കില്ല ഞാൻ. അത് സാറേ, ഇവിടെ അടുത്തൊരു കോളേജില്ലേ, അത് കഴിഞ്ഞൊരു ഇടവഴിയുണ്ട്. ആ വഴി കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റിനോട് ചേർന്ന് കുറച്ച് ചെറിയ ചെറിയ വീടുകൾ പണിക്കാർക്ക് താമസിക്കാനായി നിർമ്മിച്ചിരുന്നു. അതിലൊന്നിൽ ഇപ്പോൾ അലക്സ് സാറുണ്ട്. മറ്റു വീടുകളിൽ ഇപ്പോൾ പണിക്കാരും തന്നെയില്ല. അപ്പോൾ അവന്റെ ഹിറ്റ്ലർ ഭരണമാണല്ലോ ഇപ്പോൾ. പണിക്കാരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് ഇപ്പോൾ കുറേയായി. അതിരിക്കട്ടെ, സച്ചിദാനന്ദനെ നീ അറിയില്ലേ? പത്രത്തിൽ സാറല്ലേ, എനിക്കറിയാം. അയാൾ മരണപ്പെട്ട വിവരം അറിയാമോ? വാർത്ത കണ്ടിരുന്നു സാറേ. അയാൾ കൊല്ലപ്പെടുന്ന ദിവസം നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നില്ലേ? ഉവ് കണ്ടിരുന്നു. എവിടെ വെച്ച്, എപ്പോ, എന്തിന്, എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കോളേജിൻ്റെ അവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടേ. അലക്സ് സാറിൻ്റെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പ്രകാരമാണ് സാർ എത്തിയത്. നീ അലക്സിനെ വിശ്വസ്തനായി കൂടി നിന്ന് അയാളെ ചതിക്കുമായിരുന്നല്ലേ? നിസാം ഒരു പുച്ഛച്ചിരി ചിരിച്ചു. അല്ല സാറേ, അലക്സ് സാറിനെ പരിചയപ്പെടണമെന്നും കുറച്ച് കാര്യങ്ങൾ എന്തോ ആവശ്യത്തിന് സാറിൻ്റെ അടുത്തു നിന്നും അറിയാനുണ്ടെന്നാണ് ആ സാർ എന്നോട് പറഞ്ഞേ. പത്രത്തിലായിരുന്നു അയാൾക്ക് ജോലിയെന്ന് മരണവാർത്ത പത്രത്തിൽ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പത്രപ്രവർത്തകനാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും അല്ലേടാ നിന്റെ ഏമാൻ അയാളെ കൊന്നുകളഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല സാറേ. എസ്റ്റേറ്റ് വരെ ആ സാറിൻ്റെ വണ്ടിയിൽ ഞാനും കൂടെ പോയിരുന്നു. ഉള്ളിലേക്കുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞും കൊടുത്തു. ആ സാർ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോഴേക്ക് ഞാൻ തിരിച്ചു പോന്നു. അതെന്താ അവിടെ വരെ പോയിട്ട് നീ നിന്റെ സാറിൻ്റെ അടുത്ത് പോകാതിരുന്നേ? ഞാനാണ് ആ സാറിനെ കൊണ്ടുവിട്ടതെന്നറിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. മാത്രമല്ല എന്നോട് കൂടെ വരണ്ടെന്ന് ആ സാറും പറഞ്ഞിരുന്നു. അപ്പോൾ അയാളെ നീ അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്ന് സാരം അല്ലേടാ? അല്ല സാറേ, പുള്ളിക്കാരൻ എന്തോ ആവശ്യത്തിന് പോയതല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാനും വിചാരിച്ചേ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ പൊന്നു സാറേ. തൽക്കാലം നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം. ഞങ്ങളിന്ന് പോകുന്നുണ്ട് നിന്റെ മറ്റവനെ പൊക്കാൻ. എന്നിട്ടാണ് നിനക്കുള്ള ബാക്കി വെടിക്കെട്ട്. അത്രയും പറഞ്ഞ് CI നിസാം കൃഷ്ണജിത്തിനെയും 2 കോൺസ്റ്റബിൾമാരെയും കൂട്ടി ജീപ്പെടുത്ത് എങ്ങോട്ടോ പോയി. സാറേ, ഇതാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞ എസ്റ്റേറ്റ്. ഇതിനുള്ളിൽ കുറേയധികം വീടുകളുണ്ട്. ഇതിൽ നിന്ന് അവൻ്റെ താവളം നമ്മളെങ്ങനെ കണ്ടെത്തും? SI കൃഷ്ണജിത്ത് നിസാമിനോട് പറഞ്ഞു. വാടോ, നമുക്ക് നോക്കാം. അവിടെ അങ്ങേയറ്റത്ത് മധ്യത്തിലുള്ള വീട് ആദ്യം നോക്കാം. ഇവിടെ മറ്റാരും ഇപ്പോൾ താമസമില്ലാത്ത സ്ഥിതിക്ക് അവൻ അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഇത്രയധികം വീടുകളുള്ളപ്പോൾ അതെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഇതാണ് തന്നോട് എപ്പോഴും ഞാൻ പറയുന്നത്, പരിസരം നല്ലോണം വീക്ഷിക്കണമെന്ന്. കൃഷ്ണജിത്ത് ഒന്നും പിടികിട്ടിയില്ലെന്ന മട്ടിൽ നിസാമിനെ നോക്കി. താൻ ഞാൻ പറഞ്ഞ വീടിൻ്റെ ജനാൽക്കലൊന്ന് നോക്കിക്കേ. മറ്റു വീടുകളിൽ കാണാത്തൊരു പ്രകാശം അവിടെ കാണാം. മാത്രമല്ല ആ ജനാല വഴി ഇടയ്ക്കിടയ്ക്ക് പുകച്ചുരുളുകൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. അവിടെ ആൾ താമസമുണ്ടെന്ന് മനസ്സിലാക്കാൻ തൽക്കാലം അതുപോലെ. സാറ് പറഞ്ഞ ശരിയാ, നമുക്കെന്നാ അങ്ങോട്ടേക്ക് പോയാലോ? എല്ലാവരും നല്ല മുൻകരുതലോടെ വേണം അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ. അവൻ്റെ കയ്യിൽ ആയുധങ്ങളും കൂട്ടിന് ആളുകളും ഉണ്ടാവാം. നിസാം അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി മുൻപേ നടന്നു. കൂടെയുള്ള 3 പേര് നിസാമിനെ അനുഗമിച്ചു. വീടിൻ്റെ മുൻപിലെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഉള്ളിൽ നിന്ന് TVയോ മറ്റോ പ്രവർത്തിക്കുന്ന ചെറിയ ശബ്ദം മാത്രം കേൾക്കാം. ഓരോരുത്തരായി ഉള്ളിലേക്ക് കയറി ഓരോ ദിശയിലേക്ക് പോയി. ബാത്റൂമിൽ നിന്നാണ് ശബ്ദം വരുന്നത്. പുറത്തെങ്ങും ആരുമില്ല. എങ്ങും തികഞ്ഞ നിശബ്ദത. എല്ലാവരും ബാത്റൂമിൻ്റെ പുറത്ത് കാത്തുനിന്നു. അല്പം കഴിഞ്ഞതും ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മധ്യവയസ്കൻ ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുനിഞ്ഞതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അമ്പരന്നു. തെല്ലൊന്ന് നിന്ന ശേഷം മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടേക്ക് വലിച്ച് വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവൻ്റെ മേൽ നിസാമിൻ്റെ പിടി വീണിരുന്നു. തൂക്കിയെടുത്ത് വണ്ടിയിലിടുവനെ, നിസാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് കുതറിയോടാൻ അലക്സ് ഒരു ശ്രമം നടത്തിയെങ്കിലും അവരുടെ കൈക്കരുത്തിൽ അവനൊന്നു പതറി. ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് പോകുമ്പോഴേക്കും അലക്സ് മൗനമായി തന്നെ നിലകൊണ്ടു. സ്റ്റേഷനിലെത്തി അടിക്കുള്ളിൽ അടികൊണ്ട് അവശനായി കിടക്കുന്ന മുജീബിനെ കണ്ടപ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ടായതല്ലാതെ യാതൊരു ഭാവവ്യത്യാസവും അലക്സിന്റെ മുഖത്തുണ്ടായില്ല. അവന്റെ മുഖത്തെ തികഞ്ഞ ആത്മവിശ്വാസം കാണുകെ നിസാമിന് തിളച്ചു കയറുന്നുണ്ടായിരുന്നു. ദേഷ്യമടക്കാനാവാതെ നിസാം അവനെ കുത്തിപ്പിടിച്ചു. 2 പൊട്ടിക്കുകയും ചെയ്തിട്ടും അയാളുടെ രോക്ഷമടങ്ങിയില്ല. പറയടാ, നീയല്ലേ പത്രപ്രവർത്തകൻ സച്ചിദാനന്ദനെ വകവരുത്തിയത്? നിസാം ഉറച്ച സ്വരത്തിൽ തന്നെ ചോദിച്ചു. അതെ സാറേ, അവനെ മാത്രമല്ല, എനിക്ക് തടസ്സമായി ആര് വന്നാലും ഞാൻ തീർത്തിരിക്കും. അതിനി ഏത് കൊമ്പത്തെ പോലീസേമാനായാലും എനിക്ക് പുല്ലാണ്.
അവന്റെ ആരെയും കൂസാതെയുള്ള മറുപടി എല്ലാവരെയും ഒരുപോലെ ചൊടിപ്പിച്ചു. അവന്റെ മേൽ നിസാം കൈവയ്ക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണജിത്ത് ഒന്ന് പൊട്ടിച്ചിരുന്നു. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് സത്യസന്ധമായിട്ടല്ലേ സാറേ മറുപടി പറഞ്ഞത്, പിന്നെന്തിനാ വീണ്ടും തല്ലുന്നേ? അവന്റെ ചോദ്യം കേട്ട് വീണ്ടും അവനെ തല്ലാൻ കൈയോങ്ങിയ കൃഷ്ണജിത്തിനെ നിസാം തടഞ്ഞു. വീണ്ടും നിസാം അലക്സിനോട് ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് സാധുവായ ആ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത്? ഞാൻ പറഞ്ഞല്ലോ സാറേ, എനിക്കെതിരെ വന്നാൽ ഞാൻ വെച്ചേക്കില്ല ഒന്നിനെ. അപ്പോഴാണ് അവൻ ക്യാമറയും തൂക്കി എന്റെ തട്ടകത്തിലേക്ക് കയറി വന്നത്. പിന്നെ അവനെ ഞാൻ എങ്ങനെയാ സാറേ തിരിച്ചയക്കുന്നേ? അലക്സിന്റെ ദൃഢമായ മറുപടി കേൾക്കവേ എല്ലാവരും ഒന്ന് പതറി. അലക്സ് വീണ്ടും തുടർന്നു. അന്ന് നല്ലൊരു കിളിയെ കിട്ടിയതായിരുന്നു, അതും കുറച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്. ഒന്ന് രുചിച്ചു നോക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ ഇടയ്ക്ക് കയറി വന്നത്. അവന്റെ മറ്റവളാണെന്നും പറഞ്ഞു. അലക്സ് ഒരു പുച്ഛത്തോടെ പറഞ്ഞു നെടുവേർപ്പെട്ടു. താൻ എന്താടോ പറഞ്ഞത്? നിസാം അവന് നേരെ കൈയുയർത്തി. ഞാൻ പറഞ്ഞത് നേരെ എൻ്റെ സാറേ, അവന്റെ ഒരു ആമി. ആമിയോ? നിസാമും കൃഷ്ണജിത്തും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ആമീന്ന് വിളിച്ചോണ്ടാ അവൻ എവിടുന്നോ എടുത്തു ചാടി വന്നേ. അവന്റെ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? അതാണ് എനിക്കും അറിയേണ്ടത് സാറേ. ഒന്നും തൊട്ടു നോക്കാൻ പോലും കിട്ടിയില്ല. അതിനു മുമ്പ് അവൻ ചാടിക്കേറി വന്ന് അവളെ എങ്ങോട്ടോ മുക്കി. അവനെ പിന്നെ വെച്ചേക്കാൻ പറ്റുമോ എൻ്റെ സാറേ? അവന്റെ ആരെയും കൂസാതെയുള്ള മറുപടിയിൽ എല്ലാവരും ഒരുപോലെ വിളറി വെളുത്തു. നിസാം അവന്റെ മുഖത്തിനിട്ട് ഒരു തൊഴിയായിരുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങിയ പാടെ ആരെയോ ഫോൺ വിളിച്ച് ജീപ്പ് കൊടുത്ത് അവിടെ നിന്നും എങ്ങോട്ടോ പോയി. നിസാം നേരെ എത്തിയത് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലാണ്. ഫോറൻസിക് സർജൻ ഡോക്ടർ രാജഗോപാൽ ഉണ്ടോ? പുറത്തു കണ്ട ഒരു അറ്റൻഡറിനോട് നിസാം തിരക്കി. ഉവ്വ് സർ, ഇപ്പോൾ ഒരു കേസ് കഴിഞ്ഞ് അകത്ത് പോയിട്ടേ ഉള്ളൂ. ഓക്കെ. വാതിക്കൽ നിസാമിനെ കണ്ടപാടെ ഡോക്ടർ അകത്തേക്ക് ക്ഷണിച്ചു. മിസ്റ്റർ നിസാം, ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ ഡോക്ടറെ, ഇതൊരു പുലിവാലി പിടിച്ച കേസായി പോയില്ലേ? അതെ അതെ, ഏതായാലും കൊലപാതകമല്ലേ. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ആ, ഞാൻ അതിലേക്ക് വരാം. തലയിൽ പുറകുവശത്തായി എന്തോ ആയുധം കൊണ്ട് ശക്തമായ 2 പ്രഹരമേറ്റിട്ടുണ്ട്. തലച്ചോറിൽ അതിനെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതാണോ ഡോക്ടർ മരണകാരണം? അതുമാത്രമല്ല, ഇരുവശത്തെയും വാരിയലുകൾ പൊട്ടി ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറിയിരുന്നു. അതും മരണകാരണമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ മറ്റു സ്പെസിമെൻസ് പാത്തോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതും കൂടി നോക്കിയിട്ട് അന്തിമ റിപ്പോർട്ട് ലഭിക്കൂ. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കില്ല അല്ലേ ഉണ്ടായിരുന്നിരിക്കുക? തീർച്ചയായും. തലയ്ക്ക് വന്നിരിക്കുന്ന മുറിവ് പുറകിൽ നിന്നുമുണ്ടായ ആക്രമണമാകാം. മുൻവശത്തെ വാരിയലുകളാണ് പൊട്ടിയിരിക്കുന്നത്. അയാളെ നിലത്ത് കിടത്തി മർദ്ദിച്ചതാവാൻ സാധ്യതയുണ്ട്. ആ, ഏതായാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ഒരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതെൻ്റെ ജോലിയുടെ ഭാഗമല്ലേ. താങ്കൾ പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഒരു ചെറു പുഞ്ചിരിയോടെ നിസാം അവിടെ നിന്നിറങ്ങി. നേരെ പോയത് കായൽക്കരയിലെ പാർക്കിനടുത്തേക്കാണ്. റോഡരികിൽ വണ്ടി നിർത്തി നിസാം ഉള്ളിലേക്ക് കയറി. ആ വിഷ്ണു, വന്നിട്ട് അധികം നേരമായോ? മറ്റേയാൾ എവിടെ പോയി? ഇല്ല സർ, ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. സേതുവിന് ഓഫീസിൽ അല്പം പണിയുണ്ട്, അത് തീർക്കാതെ ഇറങ്ങാൻ പറ്റില്ല. എന്താ സർ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ലടോ, ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രം. സർ, എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അതിലേക്ക് വരും മുമ്പ് വേറൊരു കാര്യം. എന്താ സർ? സച്ചിദാനന്ദന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. എന്താണ് സാർ അതിൽ മരണകാരണം പറയുന്നേ? ഡോക്ടർ രാജഗോപാൽ പറഞ്ഞതൊക്കെ നിസാം വിഷ്ണുവിനെ അറിയിച്ചു. സച്ചിയുടെ വീട്ടിൽ അറിയിക്കേണ്ടേ ഇത്? ഞാൻ മിസ്റ്റർ മുകുന്ദനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. മറുപടിയൊന്നുമില്ലെന്ന് കണ്ടു നോക്കുമ്പോഴാണ് നിറകണ്ണുമായി നിലത്തേക്ക് മിഴികളൂന്നി നിൽക്കുമായിരുന്നു വിഷ്ണു. എടോ, വിഷമിക്കല്ലേ. ഇത്രയൊക്കെ ചെയ്തവർക്ക് കുരുക്കിടുമ്പോൾ അത് നല്ല ശക്തിക്ക് തന്നെ ആയിരിക്കണ്ടേ? ആ, അതിരിക്കട്ടെ. സാർ വേറെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആരാ ആമി? എങ്ങോട്ടോ ദൃഷ്ടി ഊന്നി നിന്ന വിഷ്ണു ഞെട്ടിത്തിരിച്ച് നിസാമിനെ നോക്കി. എന്താ സാർ പെട്ടെന്ന് ആമിയുടെ കാര്യം ചോദിക്കാൻ? ആദ്യം തനിക്ക് അയാൾ അറിയുമോ ഇല്ലയോ എന്ന് പറ. അറിയാം സാർ. ആമിയെ എങ്ങനെയാ പരിചയം? ആമി എൻ്റെ പെങ്ങളാണ് സാർ, അഭിരാമി. ഞങ്ങൾ ആമിയെന്നും വിളിക്കും. അവളെൻ്റെ പെങ്ങളാണെങ്കിലും അവർക്ക് 2 പേർക്കും അവരുടെ സ്വന്തം പെങ്ങൾ തന്നെയായിരുന്നു. വിഷ്ണു ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്താ സാർ കാര്യം? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വിഷ്ണു തന്നെ ചോദിച്ചു. ആ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? ആ ചോദ്യത്തിൽ വിഷ്ണുവിൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. കണ്ണുകൾ ഒരു പെരുമഴയായി പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. എന്താടോ, എന്തുപറ്റി? ഒന്നുമില്ല സാർ. സച്ചിയെ കാണാതാവുന്ന ദിവസം ഉച്ചയ്ക്ക് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയി രാത്രി തിരിച്ചു വരുമ്പോൾ അവൾക്ക് നല്ല പനിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അത്രയും പറഞ്ഞ് അവസാനിച്ചപ്പോൾ തന്നെ വിഷ്ണു വിതുമ്പിപ്പോയി. ഇയാളെന്താടോ ഇങ്ങനെ കരയുന്നേ? ആമയ്ക്കിപ്പോൾ സുഖമായില്ലേ? ഇല്ല സാർ. ആമയ്ക്ക് എന്തു പറ്റി? അത് സാർ, അവളിപ്പോൾ... വിഷ്ണു അയാൾക്ക് മുന്നിൽ ഏങ്ങി ഏങ്ങി കരഞ്ഞു.
ഞാൻ ഇയാളെ വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല. ഇയാൾ കരയാതിരിക്കേ. സാരില്ല സർ, ഞാൻ പറയാം. അവളിപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. അന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം അവൾ മയക്കം വിട്ടുണരുമ്പോൾ കേൾക്കുന്നത് സച്ചിയുടെ മരണവാർത്തയായിരുന്നു. അത് ആമിമോളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഞങ്ങളുടെ പഴയ ആമിമോളായി അവൾ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. വിഷ്ണു കണ്ണുകൾ അമർത്തി തുടച്ച് ഒന്ന് നെടുവേർപ്പെട്ടു. ഇയാൾ സമാധാനമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. അതിരിക്കട്ടെ സാർ, ആമിയെ പറ്റി ചോദിക്കാൻ എന്താ കാര്യം? അലക്സ് പറഞ്ഞ കാര്യങ്ങൾ നിസാമിൽ നിന്ന് കേൾക്കവേ വിഷ്ണു തളർന്നിരുന്നു പോയി. ഇയാൾ വിഷമിക്കാതിരിക്കെ, അലക്സിനെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദന് നീതി ലഭിച്ചിരിക്കും, തൻ്റെ പെങ്ങൾക്കും. വിഷ്ണു മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. വിഷ്ണു, തൽക്കാലം ഞാൻ ഇറങ്ങുക. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. വിഷ്ണു വീണ്ടും മറുപടി ഒരു മൂളലിൽ ഒതുക്കി. എല്ലാവരും ഒരു കരുതലോടെ ഇരിക്കണം. അവൻ പിടിക്കപ്പെട്ടുവെങ്കിലും അവൻ്റെ ആത്മധൈര്യത്തിന് മുന്നിൽ ഞങ്ങളും ഒന്ന് പതറി. അവൻ്റെ സഹായത്തിന് ആരൊക്കെയോ പുറത്തുണ്ട്, സൂക്ഷിക്കണം. ശരി സർ. വിഷ്ണുവിൻ്റെ തോളത്ത് തട്ടി ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം നിസാം ജീപ്പ് എടുത്തു പോയി. വിഷ്ണു നേരെ ആശുപത്രിയിലേക്ക് വിട്ടു. സേതുവിനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു. എന്താ വിച്ചു, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? മറുപടി എന്ന പോൽ വിഷ്ണുവിൻ്റെ കണ്ണുകൾ വീണ്ടും പെയ്തിറങ്ങി. എന്താടാ വിച്ചു ഇത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരയാതെ കാര്യം പറ. സേതു, നമ്മുടെ ആമയമോളി കിടപ്പ് കിടക്കുന്നതും അലക്സ് കാരനാണ്. നീ എന്തൊക്കെയാ വിച്ചു പറയുന്നേ? നിസാം പറഞ്ഞതെല്ലാം വിഷ്ണു സേതുവിനെ അറിയിച്ചു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ തറഞ്ഞു നിന്നു. അല്പനേരത്തെ മൗനത്തിന് ശേഷം വിഷ്ണു തുടർന്നു. സേതു, എനിക്ക് നിന്റെ സഹായം വേണം. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനെങ്കിലും നിങ്ങൾക്കൊപ്പം ഞാൻ ഇല്ലാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയല്ലടാ, ഞാൻ വെറുതെ. പറഞ്ഞു മുഴുവിപ്പിക്കാൻ വിഷ്ണുവിനായില്ല. അപ്പോഴേക്ക് സേതുവിൻ്റെ കരങ്ങൾ അവനെ പുണർന്നിരുന്നു. അതിരിക്കട്ടെ, നീ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലാലോ. എൻ്റെ ആമിമോൾ അവൻ്റെ അടുത്ത് എങ്ങനെ എത്തിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്കതറിയണം. നീ കൂടെ ഉണ്ടാവില്ലേ? അതെന്ത് ചോദ്യം എൻ്റെ വിച്ചു, ഞാൻ ഉണ്ടാവും എന്തിനും. അത്രയും പറഞ്ഞ് സേതു അവന് വീണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എടാ, നമുക്ക് ആമിയുടെ അടുത്ത ചങ്ങാതി ഒരാളുണ്ട്, നവ്യ. അവളെ പോയി കാണണം. അന്ന് അവൾക്കൊപ്പാണ് ആമി പോയെ. നിനക്ക് ആ കുട്ടിയുടെ വീടറിയോ? ഇല്ലടാ, എനിക്ക് അവളെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്, അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അത് സാരില്ല വിച്ചു, ആമിയുടെ ഫോണിൽ ആ കുട്ടിയുടെ നമ്പർ ഉണ്ടാവില്ലേ? നമുക്ക് ആദ്യം ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ പോയി കാണാം. എന്താ, അതുപോലെ? സമ്മതമെന്നോണം വിഷ്ണു തലകുലുക്കി. ആമിയുടെ ഫോൺ വീട്ടിലാണ്. നമുക്ക് എന്തായാലും അവളെ ഒന്ന് കണ്ടിട്ട് പോകാം. അവളെ നോക്കുന്ന ഡോക്ടറെ ഒന്ന് കാണണം. ആ, വാ, പോയി കണ്ടിട്ട് വരാം. എടാ, അവളെ ഇനിയും കാണുന്നില്ലല്ലോ. ഇപ്പോൾ വരും വിച്ചു, നീ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ. നവ്യയുടെ വരവിനായി രണ്ടാളും കടൽ തീരത്ത് തിരയുമെണ്ണി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയം കഴിഞ്ഞിരുന്നു. സേതുദേ, ആ അടിപ്പാടി വരുന്നതാ കക്ഷി. ഇരുവരും അവൾക്ക് നേരെ കൈവീശി. അവൾ തിരിച്ചു. നിങ്ങളെത്തിയിട്ട് ഒത്തിരി നേരമായോ? അവൾ നിഷ്കളങ്കമായ മുഖത്തോടെ അവരോട് ചോദിച്ചു. ആയി. ഇയാളെന്താ വൈകിയേ? വിഷ്ണു തെല്ലൊരു നീരസത്തോടെയാണ് അത് പറഞ്ഞത്. ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാ. ഇങ്ങോട്ടേക്ക് വണ്ടി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, അതാ വൈകിയേ. ഒന്നും തോന്നല്ലേ? അവൾ ചുണ്ടു പിളർത്തി മറുപടി പറഞ്ഞു. അതെന്തേലാവട്ടെ, ഞാൻ ആദ്യമേ തന്നെ കാര്യത്തിലേക്ക് വരാം. വിഷ്ണുവിൻ്റെ ഉള്ളിൽ വലിയൊരു അഗ്നി ആളിപ്പടരുന്നുണ്ടെന്ന് വ്യക്തമാകുന്നതായിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള മറുപടി. ആ, വിഷ്ണുവേട്ടൻ പറഞ്ഞോളൂ, എന്താ കാര്യം? നിന്റെ ഒപ്പമല്ലേ അന്ന് ആമി പുറത്തു വന്നേ? അന്ന് നിങ്ങൾ എവിടേക്കാ പോയേ? പുറത്തു വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? വിഷ്ണുവിൻ്റെ പെട്ടെന്നുള്ള ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നവ്യ വിളറി വെടുത്തു. വേലാകെ തളരുന്നത് പോലെ തോന്നിയിരുന്നു അവൾക്ക്. നിന്ന നിൽപ്പിൽ വിയർത്തു കുളിച്ച് ബോധമറ്റ് വീഴുമ്പോൾ വിഷ്ണുവിൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളെ താങ്ങിയെടുത്തു. മെല്ലെ കണ്ണുകൾ തുറക്കുമ്പോൾ കടൽ തീരത്തോട് ചേർന്നൊരു ബെഞ്ചിൽ കിടക്കുകയായിരുന്നു അവളിപ്പോൾ. തൻ്റെ ഇരുവശത്തുമായി പ്രതീക്ഷയോടെ തന്നെ നോക്കി വിഷ്ണുവും സേതുവും. കണ്ണു മിടിച്ചു നോക്കുന്നത് കണ്ട് വിഷ്ണു വേവലാതിപ്പെട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. എടോ, താൻ ഓക്കെ അല്ലേ? മറുപടിയായി ഒരു കുടം കണ്ണീരാണ് പുറത്തേക്ക് വന്നത്. ഏങ്ങി കരയുന്ന അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ ഇരുവരും കുഴങ്ങി. അല്പം കഴിഞ്ഞതും കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് പറയാൻ തുടങ്ങി. വിഷ്ണു ഏട്ടാ, പറയടോ, തനിക്കിപ്പോൾ ബുദ്ധിമുട്ടെന്തേലും ഉണ്ടോ? ഞങ്ങൾ വീട്ടിൽ വിടാം. ആമിയോടെന്ന പോൽ നവ്യയോടും വിഷ്ണുവിൻ്റെ കരുതൽ കാണുകെ സേതുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വേണ്ടേട്ടാ, ഞാൻ പെട്ടെന്ന് ഓരോന്ന് ഓർത്തപ്പോൾ. അവൾ വീണ്ടും തുടർന്നു. ആ, സാരമില്ലടോ. ഞങ്ങളുടെ സേതുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ചോദിച്ചേ. മാത്രമല്ല, ആമയുടെ അവസ്ഥ തനിക്കറിയുന്നതല്ലേ? അത് പറയുമ്പോൾ കണ്ണുനീർ കാഴ്ച മറയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. കൺകോണിൽ പൊടിഞ്ഞ നീർത്തുള്ളികൾ അമർത്തി തുടച്ചുകൊണ്ട് സേതു അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ പറയായേട്ടാ,
അതേട്ടാ, ഞങ്ങളന്ന് ചുമ്മാ കറങ്ങാനായിട്ട് ഇറങ്ങിയതാ. ഇവിടുത്തെ മാളിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ശ്രീയേട്ടൻ ആമിയെ വിളിച്ചിട്ട് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞേ. അതാരാ ശ്രീ? നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്നതാ. ശ്രീഹരി എന്നാ മുഴുവൻ പേര്. ഇപ്പോ എവിടെയോ ജോലിക്ക് കയറി. അവനുമായിട്ട് ആമിക്ക് എന്താ അടുപ്പം? സുഹൃത്തുക്കളാണോ അതോ വേറെ അടുപ്പാണോ? വിഷ്ണുവിന്റെ ചോദ്യത്തിന് മുന്നിൽ നവ്യ തലകുനിച്ചു. അതേട്ടാ, മടിക്കണ്ട, എന്താണേലും പറഞ്ഞോളൂ. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവർ സ്കൂൾ മുതലേ ഉള്ള പരിചയമാണ്. അത് ശരി. എല്ലാം പറയാറുള്ള എന്നോട് പോലും പറയാതെ മറച്ചു വെച്ചു അല്ലേ എൻ്റെ ആമി മോള്? ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി അവന്. കണ്ണുകൾ വീണ്ടും അനുസരണയില്ലാതെ പെയ്തിറങ്ങി. വിഷമിക്കാതെടോ. സേതു വിച്ചുവിനെ ചേർത്ത് പിടിച്ചു. തുള്ളിക്കൊരു കുടമെന്ന പോൽ പെയ്തിറങ്ങുന്ന നീർത്തുള്ളികൾ ഒപ്പിയെടുത്തുകൊണ്ട് വിഷ്ണു വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അവൾ എങ്ങോട്ടേക്കാ പോയത്? അടുത്തുള്ള പാർക്കിലേക്ക് എന്നാണ് എന്നോട് പറഞ്ഞേ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ? എന്നോട് അവളെ നോക്കി മുഷിയുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയെ. അവളെ ശ്രീയേട്ടൻ കൊണ്ടുവിടുമെന്നും എന്നോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാനും പറഞ്ഞു. എന്നാലും കൂടെ കൂട്ടിയ ആളെ പറ്റി അന്വേഷിക്കില്ല അല്ലേ? അങ്ങനെയല്ലേ ഏട്ടാ, ഞാൻ വൈകുന്നേരം അവളെ വിളിച്ചിരുന്നു. പക്ഷെ ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസമാണ് അവൾ ആശുപത്രിയിലാണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത് മറ്റേട്ടൻ്റെ മരണവാർത്ത കേട്ട് അവൾക്ക് ഷോക്കായെന്നാണ്. ആ, ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞേ? ആമയന്ന് കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത്. വന്നപാടെ പോയി കിടക്കുകയും ചെയ്തു. പിറ്റേന്ന് കാണുന്നത് ഈ അവസ്ഥയിലാണ്. പിറ്റേന്നല്ലേ മരണവാർത്ത അറിയുന്നേ. അപ്പോൾ അതിൽ വേറെ അസ്വാഭാവികത എന്തായിട്ടാ ഉള്ളേ? അന്ന് സച്ചി പോയ സ്ഥലത്ത് ആമയുണ്ടായിരുന്നു. അവൾ അവിടെ എങ്ങനെ എത്തി? നവ്യ അവിശ്വസനീയമായ രീതിയിൽ വിഷ്ണുവിനെ നോക്കി. അവൻ പറഞ്ഞത് സത്യമാ കുട്ടി. അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയിലാണെന്ന് തോന്നുന്നു സച്ചി കൊല്ലപ്പെട്ടത്. സേതു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. തനിക്ക് ശ്രീഹരിയെ പറ്റി വേറെ എന്തെങ്കിലും അറിയോ? ഇല്ലേട്ടാ, എനിക്ക് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ കോളേജ് വിട്ടു പോയ ശേഷം ഇടയ്ക്ക് അവളെ കാണാൻ കോളേജിൽ വരാറുണ്ടായിരുന്നു. ഏതായാലും അവനത്ര നല്ലവനായിരിക്കില്ല, അതുറപ്പാ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ കളിച്ചിട്ടുണ്ട്. സേതു പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് വിഷ്ണുവും ഒന്ന് മൂളി. വാടോ, താമന്നിട്ട് ഒത്തിരി നേരമായില്ലേ? ഞങ്ങൾ വീട്ടിൽ വിടാം. ഞാൻ പൊക്കോളാം ഏട്ടാ. അതെന്താ, ഇയാളെ കൂട്ടാൻ ആരെങ്കിലും വരുമോ? വിഷ്ണു കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചപ്പോൾ അവൾ അവനെ നിസ്സഹായതയോടെ നോക്കി. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതായേട്ടാ. ആ, അധികം ബുദ്ധിമുട്ടുണ്ട, മോള് കയറിക്കോ. അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോയിരുന്നു. വണ്ടിയേക്കാൾ വേഗത്തിൽ പായുന്ന കലുഷിതമായ മനസ്സുമായി വിഷ്ണുവും സേതുവും. വിച്ചു, ഈ ശ്രീഹരിയെ ഇനി എങ്ങനെ തപ്പിയെടുക്കും നമ്മൾ? അതിനൊക്കെ വഴിയുണ്ടടാ. വിഷ്ണുവിന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ സേതു കുഴങ്ങി. ആദ്യം അവൻ നല്ലവനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണം. അവന്റെ ഒരു സുഹൃത്തുണ്ട്, അജ്മൽ. അവന് നവ്യയ്ക്ക് പരിചയമുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് ശ്രീഹരിയുടെ നമ്പർ ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവള് പോയത്. എന്നിട്ട് നമ്മൾ അവനെ വിളിച്ചാൽ എങ്ങനെയാ അവന്റെ സ്വഭാവം അറിയാൻ പറ്റുന്നേ വെച്ചു? അവനെ വിളിക്കുന്നത് നവ്യാണെങ്കിലോ? സേതു ആശ്ചര്യത്തോടെ വിഷ്ണുവിനെ നോക്കി. എൻ്റെ ഒരു നമ്പർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ അതിൽ നിന്ന് അവനെ വിളിക്കും. അവന് ഇഷ്ടമാണെന്ന തരത്തിൽ സംസാരിക്കും. അവനതിന് സമ്മതം പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ ബാക്കി. അത് ശരിയാടാ, അല്ലെങ്കിൽ തന്നെ അവൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമിയെപ്പറ്റി ഇതുവരെ അവൻ അന്വേഷിച്ചു? അതെ സേതു, അത് തന്നെയാ അവനെ സംശയിക്കാനുള്ള പ്രധാന കാരണം. പിന്നെ അവന്റെ ഒപ്പം പോയവളെങ്ങനെ അലക്സിന്റെ അടുത്തെത്തിയെന്നതും ഉത്തരമില്ലാത്ത ചോദ്യമാണിപ്പോ. നമുക്ക് നോക്കാം. ആ, ഹലോ വിഷ്ണുവേട്ടാ, ഞാൻ നവ്യാണേ. പറയടി, എന്തായി കാര്യങ്ങൾ? അയാളുടെ നമ്പർ കിട്ടി. ഞാൻ ആദ്യം മെസ്സേജ് അയച്ചു. ഉടനെ തന്നെ മറുപടിയും വന്നു. എന്താടാ അവൻ പറഞ്ഞേ? ടെൻഷൻ എടുപ്പിക്കാതെ വേഗം കാര്യം പറ. അതേട്ടാ, അയാൾക്ക് ആമിയേക്കാൾ ഇഷ്ടം എന്നോടായിരുന്നു എന്ന്. പിന്നെ പിന്നെ എന്താണേലും ധൈര്യമായിട്ട് പറഞ്ഞു. അവളെ പോലെ ഒരു ഭ്രാന്തി അയാൾക്ക് ചേരില്ലെന്നും ഞാനാണ് അയാൾക്ക് യോജിക്കുകയെന്നും പറഞ്ഞു. തൻ്റെ പെങ്ങളെ സ്നേഹിച്ച് ചതിച്ചവനെ ചുട്ടിരിക്കാൻ പോകുന്ന ദേഷ്യം തോന്നിയവന്. മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ അവൻ തുടരെ ഇടിച്ചു. എന്നിട്ടും അവൻ്റെ ദേഷ്യം കെട്ടടങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ല അയാളോട്? നാളെ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ. അവൻ എവിടെ വരുമെന്നാ പറഞ്ഞേ? മാളിൻ്റെ അടുത്തുള്ള പാർക്കില്ലേ, അവിടെ. അവന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. സൂക്ഷിക്കണേട്ടാ, അയാൾക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. നീ ഒന്നുകൊണ്ട് വിഷമിക്കണം മോളെ. എൻ്റെ ആമി മോളെ ഈ നിലയിലാക്കിയവനെ ഞാൻ ആലില മഞ്ചരിയിൽ ആട്ടി ഉറക്കുന്നുണ്ട്. അവൻ എപ്പോഴാ വരുന്നേ? വൈകിട്ട് 5 മണി. അപ്പോൾ ശരി മോളെ, നമുക്ക് പിന്നീട് കാണാം. ഫോൺ വെച്ചപാടെ വിഷ്ണു സേതുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. പിന്നീട് പിറ്റേന്ന് 5 മണിക്കായുള്ള കാത്തിരിപ്പായിരുന്നു ഇരുവരും. സേതു, അവനെ കാണുന്നില്ലല്ലോടാ, ഇനി വരാതിരിക്കൂ? ഒന്നും മെസ്സേജ് അയച്ചപ്പോഴേക്ക് ആക്രാന്തം കാണിച്ചവൻ വരാതിരിക്കുന്നത് എങ്ങനെയാ? അത് ശരിയാ. നവ്യ അയച്ച ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയായിരിക്കും കാണാൻ, അല്ലേ സേതു? നോക്കാം.
കുറച്ചപ്പുറത്തായി ഒരു കാർ വന്നു നിന്നതും അതിൽ നിന്നും തികച്ചും സുമുഖനായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങുന്നതും സംസാരിക്കുന്നതിനിടയിലും അവർ ശ്രദ്ധിച്ചു. അവനായിരിക്കുമോ വിച്ചു അത്? ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മുഖത്തിട്ടിരിക്കുന്ന കണ്ണട കാരണം ശരിക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. പറഞ്ഞു തീരും മുമ്പ് തന്നെ മുഖത്തിരുന്ന കണ്ണട മാറ്റി അയാൾ ചുറ്റും കണ്ണോടിച്ചു. തന്റെ ഇരയെ കണ്ടു കിട്ടാതെ അവൻ നിരാശനാകുന്നത് അവർ നോക്കി നിന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല വിച്ചു. സിഐ നിസാം വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോടാ. അയാളിപ്പോൾ എത്തും. അതിനുവേണ്ടിയാണ് ഞാനും കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഒരു ബൈക്കിൽ നിസാം വന്നിറങ്ങി. പതിവ് യൂണിഫോമിലല്ലാതിരുന്നത് കൊണ്ട് പോലീസാണെന്ന് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല. അയാൾക്കൊപ്പം SI ഉണ്ടായിരുന്നു. വിഷ്ണു, അയാൾ എത്തിയോ? അടുത്ത് വന്ന് അവരെ നിസാം തട്ടി വിളിക്കുമ്പോഴാണ് അവർ വന്ന കാര്യം ഇരുവരും ശ്രദ്ധിക്കുന്നത്. മറുപടി എന്നോണം വിഷ്ണുവും സേതുവും ഒരു ദിശയിലേക്ക് കണ്ണുകൊണ്ട് കാണിച്ചു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഇരുവരും ഒരുപോലെ ഞെട്ടി. ഇവനോ? പെട്ടെന്ന് നിസാമിൽ നിന്നും വന്ന മറുപടി അതായിരുന്നു. എന്താ സാർ അങ്ങനെ ചോദിച്ചേ? സാറിന് ഇവനെ അറിയോ? ഇതിവിടുത്തെ MLA മകനാണ്. മുൻപൊരിക്കൽ കഞ്ചാവ് കേസിൽ പൊക്കിയതാ ഇവനെ. സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് തന്നെ അവനെ വിടാൻ മുകളിൽ നിന്ന് ഉത്തരവ് വന്നിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ? അവനിങ്ങനെ പകൽ വെളിച്ചത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ലടോ. അവനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ. ഇവനെ കൺമുന്നിൽ കണ്ടിട്ട് എങ്ങനെയാ സാറ് വിട്ടുകളയുന്നേ? വിഷ്ണുവിന് തന്റെ പെങ്ങളോട് അവൻ ചെയ്തത് മാത്രമായിരുന്നില്ല മനസ്സിൽ. അവരുടെ എല്ലാമായ സച്ചിയുടെ കൊലപാതകവും അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. വിച്ചു, നീ സാറ് പറയുന്നത് മനസ്സിലാക്കണം. ഇപ്പൊ കൊണ്ടുപോകാൻ ശ്രമിച്ചാ അവൻ പിന്നെ നമ്മുടെ കയ്യെത്തി പിടിക്കാൻ പറ്റുന്നതിലും ദൂരത്താവും. ആരും അറിയാതെ വേണം അവനെ പൊക്കാൻ. നിസാമും സേതുവിന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് തല ചലിപ്പിച്ചു. ഏട്ടാ, അയാളെന്നെ വിളിച്ചിരുന്നു. നീ അയാളോട് സംസാരിച്ചോ? ഉവ്. ഞാനേട്ടാ പറഞ്ഞതുപോലെ അത്രയും ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് പേടിയായോണ്ട് തിരിച്ചു പോന്നതായെന്ന് തന്നെയാ പറഞ്ഞേ. അവനെന്തു പറഞ്ഞു? നാളെ 6 മണിക്ക് ശേഷം കോളേജിൻ്റെ അടുത്തുള്ള വഴിയിൽ നിൽക്കാൻ പറഞ്ഞു. വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്നും പറഞ്ഞു. നീ വരുമെന്ന് പറഞ്ഞു അയാളോട്? ഉവേട്ടാ, എനിക്ക് നല്ല പേടി തോന്നുന്നു. വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്നെ വെച്ചേക്കില്ല. ഇയാൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ അവനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ പൂട്ടിയിരിക്കും. നമ്മുടെ ആമിയെ ചതിച്ചവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ മോളെ? ആ ശരിയേട്ടാ. അവളുടെ പേടി അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. തൻ്റെ ആമിയെ പോലെ തന്നെയായിരുന്നു അവളും അവന്. നവ്യ പറഞ്ഞതെല്ലാം വിഷ്ണു സേതുവിനെയും നിസാമിനെയും വിളിച്ചറിയിച്ചു. നിസാമും കൃഷ്ണജിത്തും ശ്രീഹരിയെ കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു തുടങ്ങിയിരുന്നു. അവർക്ക് ബഹുദൂരം മുന്നിലായി സേതുവും വിഷ്ണുവും. കുറച്ച് ദിവസങ്ങളിലായി ഇതിന്റെ പിന്നിൽ നടക്കുന്നത് വിഷ്ണുവിൻ്റെയും സേതുവിൻ്റെയും ജോലിയെ സാരമായി ബാധിച്ചിരുന്നു. അവർക്ക് ജോലിയേക്കാൾ പ്രധാനമായിരുന്നു ആമിയും സച്ചിയും. അന്ന് രാത്രി അവരെ നിദ്രാദേവി കടാക്ഷിച്ചില്ല. നേരം പുലർന്നത് മുതൽ എല്ലാവരിലും ഒരു കാത്തിരിപ്പ് മാത്രമായിരുന്നു. 6 മണിയാവാൻ ഇത്രയധികം ദൈർഘ്യം അവർക്ക് മുൻപൊരിക്കലും അനുഭവപ്പെട്ടില്ല. കഴുകന്റെ കണ്ണുകളുമായി പുതിയൊരു കാറിൽ ശ്രീഹരി നേരത്തെ തന്നെ എത്തിയിരുന്നു. പതിവില്ലാതെ ഒറ്റയ്ക്കാണ് അവൻ എത്തിയതും. അക്ഷമയുടെ കുറച്ചധികം സമയം അവൻ അവൾക്കായി അവിടെ കാത്തുനിന്നു. ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവനടുത്ത് സേതുവും വിഷ്ണുവും എത്തിയിരുന്നു. പിന്നാലെ നിസാമും കൃഷ്ണജിത്തും. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ കുതറിമാറാൻ ഒത്തിരി ശ്രമിച്ചുവെങ്കിലും അവന് വിജയിക്കാനായില്ല. പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചപ്പോഴേക്കും വിഷ്ണു അവൻ്റെ നാഭി നോക്കി കൊടുത്തു കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് പുളയുന്ന അവനെയും തൂക്കിയെടുത്ത് മാറ്റിയിട്ടിരുന്ന ജീപ്പ് ചീറിപ്പാഞ്ഞു. ജീപ്പ് നേരെ പോയി നിന്നത് ആൾതാമസമില്ലാതെ കാലങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന ഒരു പഴയ കെട്ടിടത്തിന്റെ പിന്നിലേക്കാണ്. സ്റ്റേഷനിലേക്ക് പോയാൽ അവനെ പുറത്തിറക്കാൻ ആൾക്കാർ പറന്നെത്തിയിരിക്കും. ആരാധനായ MLA സൽപുത്രനല്ലേ? അവിടെ എത്തുമ്പോഴേക്കും അവൻ മയക്കത്തിലേക്ക് പോയിരുന്നു. മയക്കം വിട്ടുണരുമ്പോൾ കൈകാലുകൾ ബന്ധിച്ച് ഏതോ ഇരുട്ടറയിലാണ്. എവിടെയാണെന്ന് ആലോചിച്ച് തല പുകക്കുമ്പോഴേക്ക് അവിടെ മാകെ വെളിച്ചം പരന്നിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 4 പേരുണ്ട് മുന്നിൽ. നിസാമിനെ അപ്പോൾ മാത്രമാണ് അവൻ ശ്രദ്ധിച്ചത്. ആമി മുൻപ് ഫോണിൽ കാണിച്ചു കൊടുത്ത വിഷ്ണുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് അവന് നടക്കുന്നത് എന്താണെന്ന് ഒരു ഊഹം കിട്ടിയിരുന്നു. വലിയൊരു ഊരാക്കുടുക്കിലാണ് താൻ വന്നു പെട്ടതെന്ന് അവന് ബോധ്യമായി തുടങ്ങി. തന്നെ എല്ലാ പഴുതുകൾ അടച്ചു പൂട്ടാനാണ് ആരും അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അവൻ അപ്പോഴേക്കും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തിരഞ്ഞ് അവന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. ചിന്തകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് നിസാമിന്റെ ചോദ്യമായിരുന്നു. മോന് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്താ കാര്യമെന്ന്? വെറുതെ എന്നെ പിടിച്ചു വെച്ച് സ്വന്തം തൊപ്പി തെറിപ്പിക്കണോ ഇൻസ്പെക്ടർ സാറേ? അവൻ ഉള്ളിലെ വേവലാതി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു പുച്ഛത്തിൽ നിസാമിനോട് ചോദിച്ചു. ഈ തൊപ്പി എനിക്ക് പുല്ലാണ്. അത് പോകും മുമ്പ് ഞാനിതിൻ്റെ കാര്യം ഒരു തീരുമാനമാക്കിയിരിക്കും. നിസാമിന്റെ മറുപടി സേതുവിനും വിഷ്ണുവിനും ബോധിച്ചെന്ന് മാത്രമല്ല ശ്രീഹരിയെ തെല്ലൊന്ന് തളർത്തുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാ? നീ പറഞ്ഞു തുടങ്ങുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞാലല്ലേ സാറേ ഞാൻ അറിയൂ.
ശ്രീഹരി നിസാമിനെ നോക്കി പുച്ഛം നിറച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ വലിയൊരു കനൽ ഇരിഞ്ഞു തുടങ്ങിയിരുന്നു. അഭിരാമിയെ നിനക്കറിയില്ലേ? ഒരുപാട് അഭിരാമി എനിക്കറിയാം സാറേ, അതിലേതാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നേ. അവൻ്റെ ആരെയും കൂസാതെയുള്ള മറുപടി വിഷ്ണുവിനെ ചൊടിപ്പിച്ചിരുന്നു. അവൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും സേതു അവനെ തടഞ്ഞു. വിടടാ എന്നെ, അവനെൻ്റെ ആമയെ അറിയില്ലെന്ന് നീയും കേട്ടതല്ലേ സേതു? നീ ഒന്ന് സമാധാനപ്പെടുവിച്ചു, സാറ് ചോദിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വിഷ്ണു അപ്പോഴേക്ക് ഒന്ന് അടങ്ങിയിരുന്നു. പറയടാ, അഭിരാമിയുമായി നിനക്ക് എന്തായിരുന്നു ബന്ധം? അവൾക്ക് എന്നോട് ദിവ്യപ്രേമായിരുന്നു സാറേ. അപ്പോൾ നിനക്കോ? അതൊരു നേരം പോക്കല്ലയോ സാറേ. അവൻ്റെ ഓരോ മറുപടിയും വിഷ്ണുവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ പോന്നതായിരുന്നു. വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സേതുവിൻ്റെ മുഖവും ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. അന്ന് നിന്നെയും കാണാൻ വന്ന കുട്ടിക്ക് എന്താടാ പറ്റിയത്? അവൾ വന്നു എന്നെ കണ്ടിട്ട് തിരിച്ചുപോയി. അവൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു നിർത്തി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അല്ലേ പിന്നെ ഇതായിരിക്കില്ല രീതി. നിന്നെ ഒരുത്തനും രക്ഷിക്കാൻ വരില്ല, അതുകൂടി ഓർത്തുവെച്ചോ. അത്രയും നേരം മൗനം പാലിച്ച കൃഷ്ണജിത്താണ് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അത്രയും പറഞ്ഞത്. അവനൊന്ന് പതറിയെങ്കിലും മൗനം പാലിച്ചു. പറയടാ, അന്നെന്താ ഉണ്ടായേ? കൃഷ്ണജിത്ത് വീണ്ടും അവനടുത്തേക്ക് പാഞ്ഞു വന്നതും അവൻ അയാൾക്ക് നേരെ കൈകൾ കൂപ്പി. ഞാൻ പറഞ്ഞോളാം സാറേ, എന്നെ തല്ലല്ലേ. ഒരു ഓപ്പറേഷൻ എടുത്തായി കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ വേഗം നടന്നത് എന്താണെന്ന് പറഞ്ഞു. നീയൊക്കെ ചത്താലും വേണ്ടില്ലെന്ന് വയ്ക്കും അല്ലേല്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അറിയാമേ, ശരിക്കും എനിക്കിഷ്ടമായിരുന്നു അവളെ. അതായിരുന്നു നിന്റെ നേരം പൊക്ക് അല്ലേടാ? കൃഷ്ണജിത്ത് അവൻ്റെ നേരെ ആക്രോശിച്ചു. അങ്ങനെയല്ല സാറേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അലക്സിനെ പരിചയപ്പെടുന്നത്. അതും എൻ്റെ ഒരു സുഹൃത്തു വഴി. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കഞ്ചാവ് കിട്ടി തുടങ്ങി. ആദ്യമൊക്കെ പ്രതിഫലമൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പിന്നീടോ, എനിക്കതില്ലാതെ പറ്റില്ലെന്ന് വരുന്ന സാഹചര്യത്തിൽ അയാൾ എന്നോട് പണം ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു MLA മകനായ നിനക്കാണോ പണത്തിന് ക്ഷാമം? നിസാം പുച്ഛത്തോടെ ചോദിച്ചു. ആദ്യമൊക്കെ പണം ചോദിക്കുമ്പോൾ കൊടുത്തിരുന്നതാണ്. അപ്പോഴാണ് സാറ് കഞ്ചാവ് കേസിൽ എന്നെയും മറ്റു 2 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അതിൽ നിന്ന് തന്നെ ഊരാൻ അച്ഛന് ഒത്തിരി കാശ് മുടക്കേണ്ടി വന്നു. അതോടുകൂടി പണം കിട്ടാതായി വീട്ടിൽ നിന്ന്. നിനക്ക് ജോലി കിട്ടിയതാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അച്ഛൻ്റെ സ്വാധീനം കൊണ്ട് കിട്ടിയതാണ് ആ ജോലി. പക്ഷെ ജോലിക്ക് പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ലീവ് എടുത്ത അച്ഛൻ്റെ പൈസയ്ക്ക് ഞാൻ കറങ്ങി നടന്നു. ഒപ്പം കഞ്ചാവ് എൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുകയും ചെയ്തു. ആമിയോട് നിനക്കുണ്ടായിരുന്നത് വെറൊരു നേരം പോക്ക് തന്നെയായിരുന്നു അല്ലേ? അല്ല സാർ. പിന്നെ? വീട്ടിൽ നിന്നുള്ള പൈസയുടെ വരവ് നിന്നപ്പോൾ ഞാൻ അലക്സിനെ വീണ്ടും സമീപിച്ചു. പക്ഷെ അയാൾ പൈസയ്ക്ക് പകരം മറ്റൊരു ഉപാധി വെച്ചു. എന്തായിരുന്നു അയാളുടെ ഉപാധി? പെൺകുട്ടികളെ അയാൾക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ആമിയെ താൻ ചതിക്കുമായിരുന്നില്ലേ? അല്ല സാറേ, ഞാനൊരു നോട്ടം കൊണ്ട് പോലും അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല. ഞാൻ കഞ്ചാവിന് അടിമപ്പെട്ടു പോയത് അവൾക്കറിയില്ലായിരുന്നു. ഞാൻ പല പെൺകുട്ടികളെയും അയാൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു. നിന്റെ വലയിലെ അവസാന ഇരയായിരുന്നു അല്ലേ ആമിയപ്പോ? കേൾക്കുന്നതൊന്നും വിശ്വസിക്കാനാവാതെ വിഷ്ണു ചെവി പൊത്തി. കണ്ണുനീർ ധാരയായി കവിളുകളെ നനയിച്ചുകൊണ്ടിരുന്നു. ആശ്വാസമെന്നോണം അവനെ നെഞ്ചോട് ചേർത്തു സേതു. അന്നൊരു പെൺകുട്ടിയെ എത്തിക്കാമെന്ന് ഏറ്റിരുന്നു ഞാൻ. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ആളെ എത്തിക്കാതെ സാധനം കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ വേറൊരു വഴിയും കാണാതെ വന്നപ്പോൾ ഞാൻ ചെയ്തു പോയതാണ് സാറേ. നിനക്ക് എങ്ങനെ തോന്നിയടാ എൻ്റെ പെങ്ങളെ? വിഷ്ണു എണീറ്റ് ചെന്ന് അവനെ കുത്തിപ്പിടിച്ച് അലറി. അവൻ്റെ കണ്ണുകൾ പെരുമ്പറ കൊട്ടി അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അവളെ അയാൾക്ക് വിട്ടുകൊടുക്കാനായിരുന്നില്ല. സാധനം കിട്ടി അവളെയും കൊണ്ട് രക്ഷപ്പെടാമെന്ന് മാത്രമേ കരുതിയുള്ളൂ. പക്ഷെ എല്ലാം കൈവിട്ടു പോയി. പെണ്ണിൻ്റെ രുചി അവന് കിട്ടിയാലേ സാധനം തരുമെന്ന് അയാൾ തീർത്തു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അയാൾ അവളെ പിടിച്ചുകൊണ്ടുപോയി. എന്നെ അയാളുടെ ഗുണ്ടകൾ തല്ലി ബോധം പോയിരുന്നു. ഉണരുമ്പോൾ ആശുപത്രിയിലാണ് ഞാൻ. വയറ്റിൽ കത്തി കൊണ്ട് കുത്തേറ്റിരുന്നു. ഞാൻ അവിടെ എങ്ങനെ എത്തിയെന്നും ആമയ്ക്ക് എന്തു പറ്റിയെന്നും എനിക്കറിയില്ല സാറേ. അവൾക്ക് സമനില തെറ്റി ഇപ്പം മുഴുഭ്രാന്തിയായി മനോരോഗ ആശുപത്രിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എൻ്റെ പെങ്ങളെ. അത് നിനക്കറിയോ? ദ്രോഹി. അലറിക്കറിയുന്ന വിഷ്ണുവിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവനെ ചേർത്ത് പിടിച്ച കൈകൾ അപ്പോഴും സേതു വിട്ടിരുന്നില്ല. അത്രയും നല്ലവനായ നീ എന്തിനാ ഇപ്പം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയേ? അതും ആമയുടെ ആത്മമിത്രം. എൻ്റെ സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയാണ് സാറേ എനിക്കത് ചെയ്യേണ്ടി വന്നത്. ഇയാളെന്താ പറഞ്ഞു വരുന്നേ? അലക്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അജ്മലാണ്. അവൻ കഞ്ചാവിന് വേണ്ടി ഒറ്റിക്കൊടുത്തത് എൻ്റെ പെങ്ങളെയാ. അത് ഞാൻ അറിയാൻ വൈകിപ്പോയിരുന്നു. നാളെ വൈകിട്ട് 6 മണിക്കുള്ളിൽ മറ്റൊരു പെൺകുട്ടിയായി ഞാൻ എത്തിയില്ലെങ്കിൽ എൻ്റെ പെങ്ങളെ അവൻ നശിപ്പിക്കും. ആര്? അലക്സാണോ? അല്ല സാറേ, അവൻ നിങ്ങളുടെ പിടിയിലല്ലേ. പിന്നെ ആരാ? അജ്മൽ. എന്ത്?
അതെ സാർ. അലക്സ് പിടിക്കപ്പെട്ടപ്പോൾ അവന്റെ സ്ഥാനത്ത് ഇപ്പോൾ അവന്റെ ഏറ്റവും വിശ്വസനായ അജ്മലാണ്. അവൻ അവന്റെ ആവശ്യം കഴിഞ്ഞാൽ പെൺകുട്ടികളെ മറ്റെങ്ങോട്ടും അയക്കും. അതെനിക്കറിയില്ല സാറേ. അവനിപ്പോൾ എവിടെയുണ്ട്? അതറിയുന്നത് അലക്സിന് മാത്രമാണ്. അലക്സ് നിഗൂഢതകളുടെ കലവറയാണല്ലോ, നിസ്സാം ആത്മകഥം പറഞ്ഞു. സാറേ, നമുക്ക് വേഗം അവനെ പിടിക്കണം, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാണ്ടാവും. ആമിയുടെ അവസ്ഥയും വിഷ്ണുവിന്റെ നിസ്സഹായതയും നേരിൽ കാണുന്നത് കൊണ്ട് തന്നെ സേതു മനസ്സിൽ വന്നത് നിസാമിനോട് പങ്കുവച്ചു. അയാളും അത് ശരിവെച്ചു. കൃഷ്ണജിത്ത് ഇവിടെ ഉണ്ടാവണം. എനിക്ക് ഉടനെ അലക്സിനെ കാണണം. ശരി സാർ, സാറ് പോയിട്ട് വരൂ. സേതുവും വിഷ്ണുവും അയാളെ അനുഗമിച്ചു. അവൻ പറഞ്ഞത് പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സി ഐ സാറേ. പോകും വഴി സേതുവിന്റെ ചോദ്യം കേട്ട് നിസാം സംശയത്തോടെ അവനെ നോക്കി. തനിക്കങ്ങനെ തോന്നാൻ എന്താ കാര്യം? ഇവൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ പുറത്തിറക്കാൻ കഴിയുമെങ്കിൽ ആ പെൺകുട്ടി അവന്റെ കയ്യിൽ നിന്ന് പുറത്തിറക്കാൻ എളുപ്പമല്ലേ? മകള് വീട്ടിലില്ലെന്നുള്ള കാര്യം അയാൾ അറിയാതിരിക്കോ? ആ കുട്ടി മറ്റെവിടെയാണ് പഠിക്കുന്നത്. ഇടയ്ക്ക് വീട്ടിൽ വരാറുള്ളൂ. മകള് ഹോസ്റ്റലിലുണ്ടാവുമെന്ന് സ്വാഭാവികമായി വിചാരിച്ചിട്ടുണ്ടാവും. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല സാർ. നിങ്ങളിപ്പോൾ പൊക്കോളൂ. ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറും വഴി നിസാം ഇരുവരോടുമായി പറഞ്ഞു. മറുപടി അവർ ഒരു മൂളലിൽ ഒതുക്കി തിരിഞ്ഞു നടന്നു. നിസാം നേരെ പോയത് അലക്സിന്റെ അടുത്തേക്കാണ്. നിസാമിനെ കണ്ടതും അവനൊരു പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ട് മുഖം വെട്ടിച്ചു. അയാൾ തനിക്കടുത്തേക്കാണ് നടക്കുന്നതെന്ന് മനസ്സിലായതും അവൻ തല ഉയർത്തി നിസാമിനെ നോക്കി. ഞാൻ മുഖവരയില്ലാതെ ഒരു കാര്യം ചോദിക്കുക. കൃത്യമായ മറുപടി പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. സാറ് ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ. അജ്മൽ ഇപ്പോൾ എവിടെയുണ്ട്? ഏത് അജ്മൽ? എനിക്കാരെ അറിയില്ല. ആദ്യമൊരു ഞെട്ടലുണ്ടായെങ്കിലും അത് മറച്ചു വെച്ചവൻ മറുപടി കൊടുത്തു. മറുചോദ്യം പ്രതീക്ഷിച്ച അലക്സിന് തെറ്റി. വയറ്റിനേറ്റ പ്രഹരത്തിൽ അവൻ നിലത്തിരുന്നു പോയിരുന്നു. ആ ശക്തിയെ തന്നെ അറിയാമായിരുന്നു എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരവാണെന്ന്. മര്യാദയ്ക്ക് പറയടാ, എൻ്റെ കൈക്ക് കൂടുതൽ പണിയുണ്ടാക്കരുത്. നിങ്ങൾ എന്നെ പൊക്കിയ സ്ഥലമില്ലേ, അവൻ അവിടെ ഉണ്ടാവും. ഏതായാലും അവൻ്റെ ഫോൺ ഓഫാണ്. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുള്ള അവൻ്റെ അമിത ആത്മവിശ്വാസമായിരിക്കും അത്. ഞങ്ങൾ അവൻ്റെ ലൊക്കേഷൻ നോക്കുന്നുണ്ട്. നീ പറഞ്ഞത് അതൊന്നല്ലെങ്കിൽ. നിസാം ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തി. കുറച്ചു സമയം കഴിഞ്ഞൊരു കോൺസ്റ്റബിളിനെയും കൂട്ടി നിസാം ജീപ്പെടുത്ത് പാഞ്ഞു. ഇനി അജ്മലായിരിക്കോ? വിച്ചു, സച്ചിയെ പറഞ്ഞു പൂർത്തിയാക്കാൻ സേതുവിനായില്ല. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ ആളിനെ കിട്ടുമ്പോൾ അവൻ്റെ കൊലപാതകിയിലേക്ക് കൂടുതൽ അടുത്തെന്ന് വിചാരിക്കും. ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളെവിടെ എത്തിയിട്ടില്ലാന്ന്. CI ഇപ്പോൾ അലക്സിനെ അന്ന് പൊക്കിയ സ്ഥലത്തേക്കല്ലേ പോയിരിക്കുന്നേ? അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അവനവിടെ തന്നെ ഉണ്ടെന്നാണ് വിവരം. ഇനി അടുത്തവൻ ആരുടെ പേരാണോ പറയുന്നേ? സേതു നെടുവേർപ്പെട്ടു. സച്ചിയുടെ മുത്തച്ഛൻ രാവിലെ എന്നെ വിളിച്ചിരുന്നു. എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. നമ്മളെ അങ്ങോട്ടേക്ക് കണ്ടിട്ട് കുറേ ആയെന്നും പരിഭവം പറഞ്ഞു. ശരിയാണ് സേതു, അവർക്ക് സ്നേഹിക്കാൻ ആകെ ഉണ്ടായിരുന്നവൻ അവരെ വിട്ടു പോയില്ലേ. ആ വേദന മരിക്കോളം കൂടെ ഉണ്ടാവും. ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോണം വെച്ചു. പിന്നെ കേസിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയും വേണ്ടേ? വിഷ്ണുവും അവനെ അനുകൂലിച്ചു. ഹലോ ജിത്തെ, അജ്മലിനെ പൊക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അലക്സ് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവനുണ്ടായിരുന്നു. മറ്റാരും കൂടെ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പൊക്കാനും കഴിഞ്ഞു. എന്തിനാ സാറേ എന്നെ വെറുതെ പിടിച്ചോണ്ട് പോകുന്നേ? അവൻ ജീപ്പിലിരുന്ന് വേവലാതിയോടെ ചോദിച്ചു കൊണ്ടിരുന്നു. മിണ്ടാതിരിക്കടാ, നിന്നെ കൊണ്ടുപോയി ഞാനൊന്ന് പൂജിക്കാൻ പോവുക. ഒരു പുച്ഛത്തോടെ നിസാം അവന് നേരെ അലറി. കൂടുതൽ ചോദിക്കാൻ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം അവൻ പിന്നീടൊന്നും മിണ്ടിയില്ല. ജീപ്പ് നേരെ പോയത് ശ്രീഹരിയെ പാർപ്പിച്ചിരുന്ന കെട്ടിടത്തിലേക്കാണ്. വിഷ്ണു സേതുവും നിസാം പറഞ്ഞതനുസരിച്ച് അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. അജ്മലിനെ കണ്ടതും അവനെ കടിച്ചു കീറാനുള്ള വീറോടെ വിഷ്ണു ചാടി എഴുന്നേറ്റതും സേതു അവൻ്റെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു. വേണ്ടെന്ന തരത്തിൽ വിലങ്ങനെ തലചലിപ്പിച്ചു. വിഷ്ണു നടങ്ങി. അജ്മൽ വിഷ്ണുവിനെ തന്നെ നോക്കി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് മുന്നിൽ കൈകാലുകൾ ബന്ധിതനായി കിടക്കുന്ന ശ്രീഹരിയെ ശ്രദ്ധിക്കുന്നത്. ശ്രീഹരിയെ കണ്ടതും അവൻ്റെ മുഖം വിളറി വെളുത്തതും പേടികൊണ്ട് വീർപ്പ് മുട്ടുന്നതും എല്ലാവരും വ്യക്തമായി തന്നെ കണ്ടു. ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായില്ലേ നിനക്ക്? നിസാം ഒന്ന് ആക്കി ചോദിച്ചു. തലങ്കുമ്പിട്ട് നിന്നതല്ലാതെ അവനൊരക്ഷരം പോലും മിണ്ടിയില്ല. ഇവൻ്റെ പെങ്ങളിപ്പോൾ എവിടെയുണ്ട്? അതാദ്യം പറഞ്ഞു. നിസാം തുടർന്നു. അവൻ്റെ പെങ്ങളെ ഞാൻ സുരക്ഷിതമായ ഒരിടത്ത് പാർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടത് നാളെ കിട്ടാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരാം. മര്യാദയ്ക്ക് പറയടാ. പിടിയിലായിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ സാർ? ഒന്നു കൊടുത്ത മണിമണിയെ അവനെല്ലാം പറഞ്ഞോളൂ. അതും പറഞ്ഞ കൃഷ്ണജിത്ത് അടുത്തേക്ക് കുതിച്ചപ്പോഴാണ് അവൻ കൈകൊണ്ട് വേണ്ടെന്ന് കാണിച്ചു. വീണ്ടും തുടർന്നു. അവൾ എവിടെയുണ്ടെന്ന് അവളുടെ തന്തയോട് ചോദിച്ചാൽ മതി. അത് കേട്ടതും ദേഷ്യത്താൽ മുഖം വലിഞ്ഞു മുറുകിയെങ്കിലും എല്ലാം കേട്ടു നിൽക്കാൻ മാത്രമേ ശ്രീഹരിക്കായുള്ളൂ.
അവൻ്റെ അപ്പനെ പറയാതെ ചോദിച്ചതിന് മറുപടി പറയടാ. നിസാമിൻ്റെ ചോദ്യവും കരണം പുകച്ചുള്ള അടിയും ഒന്നിച്ചായിരുന്നു. അടിയിലൊന്ന് വേയിച്ചു പോയെങ്കിലും പഴയ വീര്യം വീണ്ടെടുത്ത് അജ്മൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സത്യമാ സാറേ പറയുന്നേ. ആ പെൺകുച്ചിനെ സ്നേഹം നടിച്ച് വലയിലാക്കിയതും കൂട്ടിക്കൊണ്ടുപോയതും ഞാൻ തന്നെയാ. പക്ഷേ MLA സാറിൻ്റെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അവൾ എവിടെയുണ്ടെന്ന് അവരോട് തന്നെ ചോദിക്കണം. അയാൾക്ക് എന്താ അലക്സായിട്ടുള്ള ബന്ധം? നല്ല ചോദ്യം. ഒരു ഗതിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് പാർട്ടി പ്രവർത്തനം എന്നും പറഞ്ഞ് നടന്ന ബാലഗോപാലൻ ഇന്ന് കാണുന്ന നിലയിൽ വളർന്നതും MLA കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നാ സാർ വിചാരിക്കുന്നേ? കഞ്ചാവ് കടത്താനും പെൺപിള്ളേരെ കൂട്ടിക്കൊടുക്കാനും അവൻ്റെ കൂടെ നിന്നിട്ട് തന്നെയാ അവനീ കാണുന്നത് മുഴുവൻ കൈപ്പിടിയിലാക്കി. കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു എല്ലാവരും. ശ്രീഹരി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടയ്ക്കാനാവാതെ നിസ്സഹായനായി നിന്നു. അയാൾക്കറിയോ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയത് അയാളുടെ മകളാണെന്ന്? പറഞ്ഞു വിട്ട് ചെയ്യിപ്പിച്ചിട്ട് അറിയാതിരിക്കാൻ അയാളെന്താ പൊട്ടനാണോ സാറേ? അതുകൂടി കേട്ടതും ശ്രീഹരി ഏങ്ങി ഏങ്ങി കരഞ്ഞു. വിഷ്ണു അവനടുത്തേക്ക് ചെന്ന് അവൻ്റെ കണ്ണുകൾ മെല്ലെ തുടച്ചു. എൻ്റെ പെങ്ങളോട് നീ ചെയ്തതിൻ്റെ ശിക്ഷ ദൈവം വിധിച്ചത് ഇങ്ങനെയായിപ്പോയി. അത്രയും മാത്രം പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് എണീറ്റുപോയി. എല്ലാം തകർന്നവനെ പോലെ കേട്ടിരിക്കാൻ മാത്രമേ ശ്രീഹരിക്കായുള്ളൂ. നിനക്ക് വേറെ എന്തൊക്കെ ഇടപാടാണ് അവരുമായുള്ളത്? ഇതല്ലാതെ എനിക്ക് വേറെന്ത് ഇടപാടാണ് സാറേ? ശ്രീഹരി അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി വന്നപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? ആ ചോദ്യത്തിൽ അജ്മൽ ഒന്ന് ഞെട്ടി. പറയടാ. നിസാം അവന് നേരെ ശബ്ദം ഉയർത്തി. ഞാനുണ്ടായിരുന്നു. ആമിയെ എനിക്കും അറിയുന്നതാണ്. അവൻ്റെ മറുപടിയിൽ ശ്രീഹരി വീണ്ടും നിസ്സഹായതയോടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ മുൻപത്തേതിനേക്കാൾ ശക്തിയിൽ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. ജിത്ത്, അവൻ്റെ കയ്യിലെ കെട്ടഴിച്ചു കൊടുത്തേക്ക്. കവിളുകൾ കൈവഴിയാക്കി ഒഴുകിയിറങ്ങുന്ന മിഴുനീർ തുള്ളികൾ ഒപ്പിയെടുക്കാനാവാതെ ഇരിക്കുന്ന അവൻ്റെ നിസ്സഹായത കണ്ടിട്ടാവണം നിസാം അങ്ങനെ പറഞ്ഞത്. കൈകൾ സ്വതന്ത്രമായപ്പോൾ അവൻ മുഖം മുത്തി അലമുറയിട്ട് കരഞ്ഞു. ആത്മമിത്രമായി കണ്ടിരുന്നവനാണ് തനിക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഓരോ ആണിയായി തൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിക്കൊണ്ടിരിക്കുന്നേ. അന്നവിടെ എന്താ ഉണ്ടായത്? ഇവനൊരു അതിബുദ്ധി കാണിക്കാൻ നോക്കിയതാ എൻ്റെ സാറേ. നിസാം വീണ്ടും മുഷ്ടി ചുരുട്ടി അവനടുത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ തുടർന്നു. സാധനം കിട്ടാൻ പെണ്ണു വേണമെന്നായപ്പോൾ മത്സരിച്ച് ഓരോന്നിനെയും കൊണ്ടുവന്നുകൊണ്ടിരുന്നതാ ഇവൻ. പെട്ടെന്ന് വേറെ കിട്ടാതായപ്പോൾ അവൻ അവൻ്റെ സ്വന്തം പെണ്ണിനെ കൊണ്ടുവന്നു കാഴ്ചവെക്കാൻ. ഇവൻ അവിടെ നിന്നവരോട് കയറി കോർക്കാതിരുന്നേ ഇവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അവളെ ഒന്ന് രുചിച്ചു നോക്കിയേനെ. അജ്മൽ പറഞ്ഞു കേട്ടുകൊണ്ടാണ് വിഷ്ണു ഉള്ളിലേക്ക് കയറി വന്നത്. അവൻ്റെ കരണം പുകച്ചൊന്ന് കൊടുത്തിട്ടും വിഷ്ണുവിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സേതു വളരെ പണിപ്പെട്ടാണ് അവനെ പിടിച്ചു മാറ്റിയത്. പിന്നീട് എന്താ അവിടെ ഉണ്ടായത്? ശ്രീഹരി എങ്ങനെ ആശുപത്രിയിലെത്തി? സച്ചിദാനന്ദ് എങ്ങനെ അതിനിടയിൽപ്പെട്ടു? ആമിക്ക് എന്തു പറ്റി? ഇതിനെല്ലാം നീ മറുപടി പറയണം. അങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണോ സാറേ? എനിക്കറിയുന്നത് ഞാൻ പറയാം. അത്രയും പേരുടെ കൈക്ക് പണിയുണ്ടാക്കി ഇവൻ നിലത്ത് വീണ് കിടക്കുമ്പോൾ ഇവൻ്റെ കാറ്റുപോയെന്നാ വിചാരിച്ചേ. ഇവനെ വല്ല ആറ്റിലോ പുഴയിലോ എറിഞ്ഞേക്കാനാണ് അലക്സ് പറഞ്ഞേ. നിനക്കത് ചെയ്യാമായിരുന്നില്ലേ അജു? എന്തിനാ ഇതൊക്കെ കാണാനും കേൾക്കാനായി എന്നെ ബാക്കി വെച്ചേ? ഹൃദയം നുറങ്ങുന്ന വേദനയിൽ ശ്രീഹരി അത് ചോദിച്ചപ്പോൾ അജ്മലിന്റെ തല താഴ്ന്നു. അന്ന് ഇവനെയും കൊണ്ടുപോകുമ്പോൾ എങ്ങനെയും ഇവനെ രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തുള്ള ആശുപത്രിയിലാക്കിയത് ഞാനാണ്. ഞാൻ പോയ സമയത്ത് അവിടെ മറ്റെന്തൊക്കെയോ നടന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അലക്സ് അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. മറ്റൊന്നും എന്നോട് പറഞ്ഞതുമില്ല. ആ പെൺകുട്ടിയെ പറ്റി നീ ചോദിച്ചില്ലേ? ഉവ്വ് സാർ, പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതിയെന്ന് ഒരു താക്കീതും തന്നു. അലക്സ് നിഗൂഢതകളുടെ ഒരു കലവറ തന്നെയാണല്ലോ സാർ. അതെ ജിത്ത്, അയാൾ നമ്മളോടെന്നല്ല മറ്റാരോടും പറയാത്തതായി എന്തൊക്കെയോ ഉണ്ട്. അത് തന്നെയാവും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും. നിസാം ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. ഉടനെ അവനെ നമുക്ക് ഇവിടെ എത്തിക്കണം. എന്നിട്ടാവാം ബാക്കി ചോദ്യം ചെയ്യൽ. ശരി സർ. സർ. ആ ജിത്ത്, ഇത്രയും വേഗം എത്തിയോ? പോയിട്ട് വരാനുള്ള സാവകാശം മതിയല്ലോ സർ. പിന്നെ MLAയുടെ ഓഫീസിൽ നിന്നും ഒത്തിരി തവണ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ശ്രീഹരിയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് പരാതിയും വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ. എനിക്ക് വന്നിരുന്നു വിളി. ഇന്ന് വൈകിട്ടിനകം ഇവനെ അവിടെ എത്തിക്കണമെന്ന് MLAയുടെ വക ഭീഷണിയും. ഈ നമ്മൾ എന്താ ചെയ്യുക സർ? ആദ്യം അലക്സിനെ ഒന്ന് കുടയണം. നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അതിൽ പിടിച്ച് മുന്നോട്ട് പോകാം. ശ്രീഹരിയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം. അലക്സിനെ കൊണ്ട് വന്നാലോ സർ? ആ, എല്ലാം വേഗമാക്കണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാവിലെ സച്ചിദാനന്ദൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു. കേസിൻ്റെ പുരോഗതിയെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു. അവരുടെ വിഷമത്തിന് കുറച്ചെങ്കിലും ശമനം വരണമെങ്കിൽ കൊലപാതകിയെ ഉടൻ പുറത്തു കൊണ്ടുവരണം. സാർ അപ്പുറത്തേക്ക് വന്നോളൂ, എല്ലാം തയ്യാറാണ്. നിസാം എത്തുമ്പോഴേക്കും മുഖം മുഴുവൻ പുച്ഛം വാരി വിതറി ആരെയും വകവയ്ക്കാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട് അലക്സ്. MLAയുടെ മകളിപ്പോൾ എവിടെയുണ്ട്?
അത് അയാളോട് തന്നെ ചോദിക്കണമല്ലോ എൻ്റെ സാറേ. അതും പറഞ്ഞ് അലക്സ് പൊട്ടിച്ചിരിച്ചു. നിർത്തട നിന്റെ അട്ടഹാസം. മര്യാദയ്ക്ക് ചോദിച്ചതിനുള്ള കൃത്യമായ മറുപടി എന്താണോ അത് പറഞ്ഞാൽ മതി. കൂടുതൽ അഭ്യാസം ഇറക്കാൻ പറ്റിയ സ്ഥലമാണിതെന്ന് വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. നിസാം ഇരച്ചു കയറി വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി മുരണ്ടു. ആ പെണ്ണിനെ എൻ്റെ ആളുകൾ തന്നെയാ സാറേ പിടിച്ചോണ്ട് വന്നേ. അത് അയാൾക്കും അറിയാം. ആ കുട്ടി എവിടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി എനിക്ക്. അത് അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും, അയാളുടെ വീട്ടില്. അലക്സിന്റെ മറുപടിയിൽ എല്ലാവരും നോക്കിയത് ശ്രീഹരിയുടെ മുഖത്തേക്കാണ്. അവനൊന്നും അറിയില്ലെന്ന തരത്തിൽ തല ചലിപ്പിച്ചു. അവനെ നോക്കി പേടിപ്പിക്കാതെ സാറേ. എനിക്ക് വേണ്ടത് കാണാൻ കൊള്ളാവുന്ന കൊച്ചു പെമ്പിള്ളേരെയാണ്. അതിപ്പോ എൻ്റെ സ്വന്തമായാലും അല്ലെങ്കിലും എനിക്ക് വിഷയമല്ല. ആദ്യം ഞാനൊന്ന് നുണയും, ശേഷം എൻ്റെ ബോസിന് എത്തിച്ചു കൊടുക്കും. ബാക്കിയൊക്കെ അവരുടെ വിധി പോലെ നടന്നോളൂ. ആരാ നിന്റെ ബോസ്? സാറിനിപ്പോൾ അതല്ലല്ലോ അറിയേണ്ടത്. നിസാം ഇരുന്നിടത്തുനിന്നും ചടിയണീറ്റതും അലക്സ് തുടർന്നു. ഇപ്പോൾ കുറച്ചായി എൻ്റെ ബിസിനസ് കുറച്ച് മോശമാണ് സാറേ. അങ്ങനെ ഇരുന്ന് കിട്ടിയതാണ് മറ്റേ പെണ്ണ്. അത് ഒരുത്തം വന്ന് നശിപ്പിച്ചു. അങ്ങനെ വീണ്ടും കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ് MLA യുടെ മോള്. കാര്യം അയാളുമായി നല്ല അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും പെണ്ണിന് പെണ്ണ് തന്നെ വേണ്ട സാറേ. ആ പെണ്ണിനെ പിടിയിലായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്തെത്തി. അവളെ വിട്ടുകൊടുത്താ ഇപ്പോഴുള്ള MLA കുപ്പായ അഴിച്ചു വയ്ക്കാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അവൻ്റെ മോളെ വേണ്ടെന്ന്. അതും പറഞ്ഞ് അലക്സ് അട്ടഹസിച്ചു. കേൾക്കുന്നത് വിശ്വസിക്കാനാവാതെ ശ്രീഹരി തകർന്നു പോയിരുന്നപ്പോഴേക്കും അയാളൊന്നടങ്ങിയപ്പോൾ ദേ വരുന്നു അവൻ്റെ പുന്നാരപുത്രൻ. അവൻ അവളെയും കൊണ്ടേ പോകുന്നു വാശി. പകരം ഒന്നിനെ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു. പിന്നെ ആ വഴി കണ്ടില്ല. അത്രയും നാൾ ആ പെണ്ണിന് അവളുടെ തന്ത തന്നെ കാവലിരുന്നോളൂ. ഇവനിവിടെ കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ആ പ്രതീക്ഷ വേണ്ടല്ലോ. അവളുടെ തന്ത തന്നെ അവളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചോളും. ഇനി പറ, ഈ പെൺകുട്ടികളെ എങ്ങോട്ടേക്കാണ് അയക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സാറേ, എൻ്റെ ബോസിൻ്റെ അടുത്തേക്ക്. അതാരാണ്? എന്താണ് നിനക്ക് കിട്ടുന്ന പ്രതിഫലം? പകരം കഞ്ചാവ് ഉൾപ്പെടെ 10 ലഹരി പദാർത്ഥം ഇവിടെ എത്തും. അതിൻ്റെ ലാഭം മുഴുവൻ എനിക്ക്. ഓരോ മറുപടി കഴിയുമ്പോഴും അലക്സിന്റെ മുഖത്തെ ആത്മവിശ്വാസവും അട്ടഹാസച്ചിരിയും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അവൻ്റെ ബോസിനെ പറ്റി മാത്രം അവൻ പറയുന്നില്ലെന്ന് സംശയം ജനിപ്പിക്കാതിരുന്നില്ല. ഇനി നിന്റെ ബോസിനെ പറ്റി പറഞ്ഞു. എന്നെ കൊന്നാലും നിങ്ങളതറിയാൻ പോകുന്നില്ല എൻ്റെ സാറേ. അവൻ്റെ ദൃഢമായ മറുപടിയിൽ ഒന്നും പതറിപ്പോയെങ്കിലും കൃഷ്ണജിത്താണ് ആദ്യം ചാടിയണീറ്റത്. അവനെ പൊതിരെ തല്ലിയെങ്കിലും അവൻ്റെ വായിൽ നിന്നും ഒന്നും വന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഉശിരോടുകൂടി അവൻ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയും ചെയ്തു. ജിത്ത്, മതി വിട്ടേക്ക്. വേറെ വഴിയിലെന്ന് കണ്ട അവൻ ഉറപ്പായും പറയും സർ, നമുക്കൊന്നുകൂടി ശ്രമിച്ചൂടെ? ജിത്ത്, ഇയാളൊന്ന് സമാധാനമായി ആലോചിക്കണം. ഇപ്പോൾ സച്ചിദാനന്ദന്റെ കൊലപാതകത്തെപ്പറ്റിയും മറ്റേ പെൺകുട്ടിയെപ്പറ്റിയും എല്ലാം അറിയുന്നത് അലക്സിന് മാത്രമാണ്. ഇനി നമ്മളതറിയാനാണ് ശ്രമിക്കേണ്ടത്. അതിനുശേഷമാവാം അയാളുടെ മുകളിൽ ആരാണെന്ന് തപ്പാൻ. ക്ഷമിക്കണം, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല സർ. നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് സച്ചിദാനന്ദന്റെ കൊലപാതകമാണ്, ഇയാളുടെ ലഹരി മാഫിയയല്ല. അത് മറക്കരുത്. ഇല്ല സർ. അവരുടെ സംഭാഷണത്തിനിടയ്ക്കാണ് വിഷ്ണുവും സേതുവും കയറി വന്നത്. സർ. ആ, പറയടോ. അലക്സിന്റെ ലഹരി ഇടപാടും പെൺപാണിഭവും നമുക്ക് ഏതാണ്ട് അറിയുന്നതല്ലേ സർ. അതിൻ്റെ കുറേ മാത്രം തെളിവുകൾ സച്ചി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നതിലും അത്യാവശ്യം അവൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തുക എന്നതല്ലേ. മുൻപേ നടന്ന ചോദ്യം ചെയ്യലിൻ്റെ ബാക്കി പത്രം എന്നോണം സേതുവാണത് പറഞ്ഞത്. ഞങ്ങളത് തന്നെയാണ് സംസാരിച്ചു നിന്നേ. ഇതിൻ്റെ പിന്നാലെ പോകാൻ ഇനിയും സമയമുണ്ട്. പക്ഷെ കൊലപാതകി ഇന്നും കാണാൻ മറയത്ത് പതുങ്ങിയിരിക്കുമല്ലേ. നിസാം അത്രയും പറഞ്ഞ ശേഷം ബാക്കി ചോദ്യം ചെയ്യലിനായി ഉള്ളിലേക്ക് പോയി. ഒപ്പം ബാക്കി 3 ആളും. കയറി ചെന്നതും വീണ്ടും വന്നോ എന്ന തരത്തിൽ അലക്സ് ഒന്ന് നോക്കിയ ശേഷം മുഖം തിരിച്ചു. അലക്സ്. കൃഷ്ണജിത്ത് അടുത്ത് വന്ന് വിളിച്ചപ്പോൾ എന്താ വേണ്ടതെന്ന് പോലൊരു നോട്ടം കൊടുത്ത് ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു അലക്സ്. അന്ന് രാത്രി അജ്മൽ ശ്രീഹരിയും കൊണ്ട് അവിടെ നിന്ന് പോയ ശേഷം എന്താ ഉണ്ടായത്? ആ പെണ്ണിനെ കണ്ടപ്പോൾ അജ്മലിന് അവളെ ആദ്യം വേണമെന്ന് ഒരാഗ്രഹം. അവിടെ വരുന്നത് ആദ്യം ഞാൻ രുചിച്ചു നോക്കും. അതാ എൻ്റെ ഒരു ശീലം. അതവനെ ആദ്യമേ അവിടുന്ന് പറഞ്ഞു വിട്ടെ. പതിവ് പോലെ മറുപടി പറഞ്ഞ് അവൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. നിന്നോട് ചോദിച്ചതിൻ്റെ മറുപടി ഇതല്ല. പറയാം സാറേ, ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. സാറിൻ്റെ ഭാര്യയൊന്നല്ലല്ലോ അവള്. അതിന് മറുപടി കൊടുത്തത് വിഷ്ണു ആയിരുന്നു. അവൻ്റെ ഓരോ മറുപടിയിലും ദേഷ്യം ഇരച്ചു കയറിയിട്ടും പിടിച്ചിരുന്നതാണ് അവൻ. പക്ഷെ തൻ്റെ പെങ്ങളെ പറയുമ്പോൾ എങ്ങനെ കേട്ടു നിൽക്കാൻ കഴിയും? സേതുവാണ് വീണ്ടും വിഷ്ണുവിനെ പിടിച്ചു മാറ്റിയത്. ചോദിച്ചതിന് മറുപടി പറയടാ. നിസാമിന് ദേഷ്യം കയറി തുടങ്ങിയിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞതല്ലേ സാറേ, അവിടെ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കാണ് അവൻ അതിൻ്റെ ഇടയിൽ കയറി വന്നേ. അവനെങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അവിടെ ഇവർക്കല്ലാതെ അറിയാമായിരുന്നത് മുജീബിനാണ്. അവനായിരിക്കും ചാരൻ. ഇരയെ നഷ്ടപ്പെട്ട സിംഹത്തെ പോലെ അയാൾ മുരണ്ടു.
പിന്നീട് എന്താ ഉണ്ടായത്? അവര് പോയതിന് പിന്നാലെ എൻ്റെ ബോസ് എത്തിയിരുന്നു. അയാളോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കേണ്ടി വന്നു. അതിനിടയിൽ എവിടുന്നോ വന്ന് ചാടിയത് അവൻ. ഞങ്ങളവിടെ സംസാരിച്ചത് മുഴുവൻ അവൻ കേട്ടിട്ടുണ്ടാവണം. അവസാനം അവളെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴായിരുന്നു അവൻ്റെ രംഗപ്രവേശം. അവൻ കുറച്ച് ധീരസാഹസികത കാണിക്കാൻ നോക്കിയതാ. എൻ്റെ ബോസ് അവനെ അങ്ങ് തീർത്തു. പക്ഷെ അവളെ അതിനിടയിൽ അവൻ എങ്ങോട്ടോ മാറ്റിയിരുന്നു. അവൻ്റെ മറുപടിയിൽ എല്ലാവരും തറഞ്ഞു നിന്നുപോയി. എൻ്റെ സച്ചിയും മാമയും അയാൾ ഉറപ്പായും കണ്ടിട്ടുണ്ടാവും അല്ലേ സേതു? വിഷ്ണു നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ട് ചോദിച്ചു. എന്ത് മറുപടി പറയുമെന്നറിയാതെ അവൻ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചു. സർ, ഇനി അവൻ്റെ ബോസ് ആരാണെന്നറിയാതെ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകും? കൃഷ്ണജിത്തിന്റെ ചോദ്യം കേട്ടപാടെ അലക്സ് ഒന്ന് ആർത്തു ചിരിച്ചു. അതെന്നിതെന്നറിയാമെന്ന് മാത്രം സാറന്മാര് വിചാരിക്കണ്ട. പിന്നീട് കുറച്ചു നേരം ശോകമുഖമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. പെട്ടെന്നാണ് വിഷ്ണുവിന്റെ ഫോൺ ശബ്ദിച്ചത്. ഹലോ. മറുപുറത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത ശുഭകരമായതെന്തോ ആണെന്ന് അവന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എത്രയും വേഗം എത്താം. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന വിരഹഭാവമൊക്കെ മാറി തികഞ്ഞ സന്തോഷത്തോടെ അടുത്തേക്ക് വരുന്ന വിഷ്ണുവിനെ എല്ലാവരും അതിശയത്തോടെ നോക്കി. എന്താ വിച്ചു, ആരാ വിളിച്ചേ? എടാ സേതു, എല്ലാം കലങ്ങി തെളിയാൻ പോവുകയാടാ. വിഷ്ണുവിന് സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആനന്ദാശ്രു കവിളുകളെ നനയിച്ചൊഴുകിയിറങ്ങി. സേതു, ആമിയെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നാ വിളിച്ചേ. ആമി മോള് വിച്ചുവേട്ടാന്ന് വിളിച്ച് ഒത്തിരി ബഹളം വെച്ചുന്ന്. പിന്നെ സാധാരണ പോലെ എല്ലാവരോടും സംസാരിച്ചു അത്രേ. എന്നെ കാണണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു. വിച്ചു, നമുക്കൊന്ന് പോയാലോ അങ്ങോട്ടേക്ക്? എല്ലാവരുടെയും മുഖത്ത് സന്തോഷമോ അതിശയമോ എന്തൊക്കെയോ നിറഞ്ഞ ഭാവങ്ങളായിരുന്നെങ്കിൽ അലക്സിന്റെ മുഖത്ത് മാത്രം നേരത്തെ കണ്ട തെളിച്ചുണ്ടായില്ല. കാർമേഘം ഉരുണ്ടുകൂടിയ പോലെയായിരുന്നു അവന്റെ മുഖം അപ്പോൾ. പോകാൻ സമ്മതമെന്നോണം വിഷ്ണു നിസ്സാമിനെ നോക്കി. നിങ്ങൾ വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. അവിടെ എത്തിയ ശേഷം വിവരങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. ഓക്കെ സാർ, ഞങ്ങൾ ഇറങ്ങുന്നു. സേതുവാണ് വണ്ടി ഓടിക്കുന്നത്. കാറിലിരിക്കുമ്പോൾ സാധാരണ പോകുന്നതിനേക്കാൾ ദൂരെ കൂടുതൽ പോലെ തോന്നി വിഷ്ണുവിന്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വിഷ്ണു മനസ്സ് തുറന്ന് ചിരിച്ചു കാണുന്നേ. ഇതെന്താ സേതു, നമ്മൾ കുറേ നേരമായിട്ട് എത്തുന്നില്ലല്ലോ? കാറിനുള്ളിൽ അത്രയും നേരം നിറഞ്ഞിരുന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ സ്വരം ഉയർന്നു കേട്ടു. അത് നിനക്ക് തോന്നുന്നതാ വിച്ചു. സാധാരണ വരുന്നതിലും വേഗത്തിലാണ് ഇന്ന് നമ്മൾ. എത്താറായല്ലോ. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. മറുപടിയായി ഒരു മൂളലും പുഞ്ചിരിയും സമ്മാനിച്ചുകൊണ്ട് വിഷ്ണു സീറ്റിലേക്ക് ചാരി മെല്ലെ കണ്ണുകൾ അടച്ചു കിടന്നു. ആമയുടെ പഴയ ഓർമ്മകളിലേക്ക് അവനൊരു യാത്ര നടത്തി. ചില ഓർമ്മകൾ കണ്ണുകളിൽ നനവ് പടർത്തി, ചിലത് ചുണ്ടിൽ നിറ പുഞ്ചിരി വിടർത്തി. വിച്ചു, സ്ഥലമെത്തി. സേതുവിന്റെ ശബ്ദമാണ് അവനെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. ഒരു വേള അവസാനമായി ഇവിടെ വന്നതും പോയതും എല്ലാം അവൻ ഓർത്തെടുത്തു. വാടാ സേതു, നമുക്കാദ്യം ഡോക്ടറെ ഒന്ന് കാണാം. എന്നിട്ട് ആമിമോളുടെ അടുത്തേക്ക് പോകാം. ആ. ഡോക്ടർ പോൾ മാത്യു എന്നെഴുതിയ ബോർഡിന് മുന്നിൽ ഇരുവരും നിന്നു. അകത്തേക്ക് വരട്ടെ ഡോക്ടർ? നിങ്ങൾ ഇത്രയും വേഗം എത്തിയോ? വിഷ്ണു ആദ്യം സേതുവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചമ്മിയ ചിരി പാസാക്കിക്കൊണ്ട് ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങളിരിക്കെ. അഭിരാമിയെ കണ്ടിരുന്നോ നിങ്ങൾ? ഇല്ല ഡോക്ടർ, ആദ്യം ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതേതായാലും നന്നായി. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താ ഡോക്ടർ, ഇന്നെന്താ ഉണ്ടായേ? വിഷ്ണു ആകാംക്ഷയോട് ചോദിച്ചു. സാധാരണ ഞങ്ങളെ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ നല്ല ബഹളത്തിലായിരിക്കും. ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി മുഖം കുനിച്ചിരിപ്പായിരുന്നു. അവളെന്തെങ്കിലും ദേഹോപദ്രവം? ഇല്ലടോ. ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു. അടുത്ത് ചെന്ന് തട്ടി വിളിക്കുമ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് എൻ്റെ വിച്ചുവേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചേ. എൻ്റെ മോളെന്നെ ഓർത്തല്ലോ. ഇനിയെല്ലാം പെട്ടെന്ന് ശരിയാകുമായിരിക്കും അല്ലേ ഡോക്ടർ? ഇയാൾ ഉടനെ എത്തുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് മരുന്ന് കഴിക്കാൻ തന്നെ കൂട്ടാക്കി. ഇപ്പോൾ അയാൾ തികച്ചും സാധാരണയായാണ് പെരുമാറുന്നേ. ഏതായാലും ഒരാഴ്ച കൂടി നോക്കേണ്ടി വരും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഡോക്ടർ നിറപുഞ്ചിരിയോടെ പറയുമ്പോൾ വിഷ്ണുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൻ സേതുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ വിച്ചു ഇത്? നമുക്ക് ആമിയെ കാണണ്ടേ? എനിക്ക് അവളെ ഒന്ന് കാണാതെ ഒരു സമാധാനം കിട്ടില്ല സേതു. നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ? അനുവാദത്തിനായി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടി ഇപ്പോൾ സാധാരണഗതിയിൽ തിരിച്ചു വന്നത് നേരാണ്. പക്ഷേ ഏത് സമയത്തും കൈവിട്ട് പോയേക്കാവുന്ന മനസ്സാണ്. അതുകൊണ്ട് മറ്റൊന്ന് ചോദിച്ച് അയാളെ വിഷമിപ്പിക്കരുത്. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞേ? മുൻപുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞെനിക്കറിയാം. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയോ ചോദിക്കുകയോ അരുത്. അത് ചിലപ്പോൾ പഴയതിലും ഭീകരമായ അവസ്ഥയിലെത്തിക്കും. അയാളൊന്ന് ഉറപ്പുള്ള അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും പേടിക്കാനില്ല. ഇല്ല ഡോക്ടർ, അവളെ പഴയ സ്ഥിതിയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. പഴയ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്.
പുറത്തൊരു നേഴ്സുണ്ടാവും, അവരോട് ചോദിച്ച സ്ഥലം പറഞ്ഞു തരും. ശരി ഡോക്ടർ. വിഷ്ണു എത്രത്തോളം ആവേശത്തിലാണെന്ന് തൻ്റെ കൈക്കുള്ളിൽ മുറുകിയ അവൻ്റെ കൈകളിൽ നിന്നും സേതുവിന് വ്യക്തമായിരുന്നു. ഈ വഴി പോയാൽ ഇടതുവശത്തെ 3ാമത്തെ മുറിയാണ് സർ. കൂടെ വന്ന നേഴ്സ് അവർക്ക് വഴി പറഞ്ഞു കൊടുത്ത ശേഷം മടങ്ങിപ്പോയി. മുറിക്ക് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് കൂനിക്കൂടി ഇരിക്കുവാണ് ആള്. തൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നത് വിഷ്ണു അറിഞ്ഞു. എന്തെന്നില്ലാത്തൊരു പരവേശം തന്നെ കീഴ്പ്പെടുത്തുന്നത് പോലെ. ഒരു താങ്ങിനായി അവൻ വീണ്ടും സേതുവിൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. ശേഷം മെല്ലെ വിളിച്ചു, ആമി മോളെ. മെല്ലെ തലയുയർത്തി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട ആദ്യം അവൾ വിതുമ്പിക്കരഞ്ഞു. പ്രതീക്ഷയ്ക്ക് മുൻപേ അവൾ വിഷ്ണുവിൻ്റെ മാറോട് ചേർന്നിരുന്നു. വിച്ചുവേട്ടാ. നെഞ്ചോട് ചേർന്ന് അലമുറയിട്ട് കരയുകയായിരുന്നു ആമി. നെഞ്ചിൽ പടർന്ന നനവിൽ അവൻ അറിയുകയായിരുന്നു അവളുടെ ഉള്ളിൽ എരിഞ്ഞു തീരുന്ന അഗ്നി എത്രമാത്രമാണെന്ന്. എൻ്റെ ആമയോട് എന്തിനാ കരയുന്നേ? ദേ നോക്ക്, ഇതാരാണെന്നറിയില്ലേ മോക്ക്? അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന സേതുവിനെ അവൾ ശ്രദ്ധിക്കുന്നത്. സേതുവേട്ടാ. ആ ഒരു വിളിയിൽ ഒരു കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം പ്രതിഫലിച്ചിരുന്നു. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. അവളുടെ ഇരുവശത്തുമായി സുരക്ഷാ കവചം ഒരുക്കി അവർ ഇരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആമയുടെ കൊഞ്ചിയ ശബ്ദമാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത്. ഏട്ടാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്തിനാ മോളെ ഇപ്പോൾ ഒരു ക്ഷമാപണം? ഞാൻ എൻ്റെ ഏട്ടനിൽ നിന്ന് പലതും മറച്ചു വെച്ചു. ഞാനിന്ന് അനുഭവിക്കുന്നത് മുഴുവൻ ആ ഒരൊറ്റ കാരണം കൊണ്ട് കൂടിയാണ്. ശ്രീഹരിയെ പറ്റിയാണ് മോള് പറയുന്നതെങ്കിൽ അത് വിട്ടേക്ക്. അവളുടെ മനസ്സ് മനസ്സിലാക്കിയെന്ന പോലെ വിഷ്ണു പറഞ്ഞു. ഞാൻ കാരണമാണ് ഏട്ടാ നമ്മുടെ സച്ചിയേട്ടൻ. അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ അവൾക്ക് സാധിച്ചില്ല. മോളതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. വിധി പോലെയൊക്കെ നടന്നു. ഇനി വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി സന്തോഷമായി മുന്നോട്ട് പോയാൽ മതി. ഡോക്ടർ നേരത്തെ പറഞ്ഞു വിട്ടത് മനസ്സിലുള്ളത് കൊണ്ടാണ് സച്ചിയുടെ കൊലപാതകത്തെപ്പറ്റി അറിയണമായിരുന്നിട്ട് പോലും സേതു അങ്ങനെ പറഞ്ഞത്. വിഷ്ണുവും അതിനെ ശരിവെച്ച് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഏട്ടാ, ശ്രീയേട്ടനല്ല, ശ്രീഹരിയുടെ കാര്യം ഏട്ടനോട് മറച്ചു വെച്ചതിന് നിങ്ങളെന്നോട് ക്ഷമിക്കണം. അതൊക്കെ പോട്ടെ മോളെ, അത് ജീവിതത്തിലെ ഒരു പാഠമായി കണ്ടാൽ മതി. ഇനി ഒന്നിലും ചെന്ന് പെടരുത്. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് വീണ്ടെടുക്കണം. വീറോടെ മുന്നോട്ട് പോകണം. ഇപ്പോൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. സേതു അവളെ ചേർത്ത് പിടിച്ചത് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകളും തിളങ്ങി. താൻ പറയണമെന്ന് വിചാരിച്ചത് തന്നെ സേതു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മറുപടിയായി അവളൊന്നും മൂളുക മാത്രം ചെയ്തു. നമ്മളെപ്പോഴായിട്ടാ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നേ? ഒരാഴ്ച കൂടി ഇവിടെ കഴിയേണ്ടി വരും മോളെ. ശേഷം ഏട്ടൻ വരും കൂട്ടിയിട്ട് പോവാൻ. അത് കേട്ടതും അവളുടെ മുഖം മങ്ങി. മരുന്നൊക്കെ ഒരാഴ്ച കൂടിയുണ്ട്. ഡോക്ടറുടെ അടുത്ത് മോളും ഉണ്ടാവണം. അതുകൊണ്ടാണ്. എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. അവളൊന്ന് മൂളി. വീണ്ടും അവിടെ മകെ നിശബ്ദത മൂടി. നിങ്ങളിരിക്കെ, ഞാനൊന്ന് നിസാം സാറിനെ വിളിക്കട്ടെ വിച്ചു. അതും പറഞ്ഞ് സേതു അവിടെ നിന്നും മാറിക്കൊടുത്തു. ഏട്ടനും പെങ്ങൾക്കും കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാൻ അവസരം ഒരുക്കിയതായിരുന്നു അവൻ. നിസാമിനെ വിളിച്ചിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ചു. നമുക്ക് ഇറങ്ങണ്ടേ വിച്ചു? ആ ചോദ്യം വിഷ്ണുവിനെയും മാമിയെയും ഒരുപോലെ വിഷമിപ്പിച്ചെന്നത് ഇരുവരുടെയും കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ വിഷമിക്കലേ, നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാലോ. നിങ്ങൾ പോയിട്ട് വരും ഏട്ടാ. നിങ്ങളിനി വരുമ്പോഴേക്കും ഞാൻ പഴയ ആമിയായിട്ടുണ്ടാവും. മറുപടി ബോധിച്ചെന്ന മട്ടിൽ വിഷ്ണു അവളുടെ നെറുകയിൽ മുത്തി. തൻ്റെ കുഞ്ഞിപ്പങ്ങളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബനം നൽകാൻ സേതുവും മറന്നില്ല. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വിഷ്ണുവിന് തിരിഞ്ഞു നോക്കാനായില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. സേതു കൈ മുറുക്കെ പിടിച്ച് കൂടെ നടന്നു. സേതു, നമുക്ക് സച്ചിയുടെ വീട്ടിലേക്ക് പോകാതെ. ഓക്കേടാ, ഞാനും അത് ആലോചിക്കുകയായിരുന്നു. നിങ്ങൾ ഈ വഴിയിൽ കണ്ടിട്ട് കുറേ ആയല്ലോ മക്കളെ. ചെന്നിറങ്ങിയ പാടെ മുത്തശ്ശൻ്റെ പരിഭവമാണ്. കുറച്ച് തിരക്കായി പോയി മുത്തശ്ശ. വേറെ ആരും ഇല്ല ഇവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അകത്തുണ്ട്, ഊണ് കഴിഞ്ഞുള്ള മയക്കാണ്. ഞാൻ വിളിക്കാം. വേണ്ട മുത്തശ്ശ, ഞങ്ങൾ എന്തായാലും അടുത്ത ആഴ്ച ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടെ മറ്റൊരാളും ഉണ്ടാവും. അതാരാ വിച്ചുവേ വേറൊരാള്? മുത്തശ്ശൻ അർത്ഥം വെച്ച് ചോദിച്ചു. ആമി മോള്. മുത്തശ്ശൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞിരുന്നു. അതെ മുത്തശ്ശ, ഞങ്ങളിപ്പോൾ ആമിയെ കണ്ടിട്ടാ വരുന്നേ. അവൾ നമ്മുടെ പഴയ ചുണക്കുട്ടിയായി വരുന്നുണ്ട്. ഒരാഴ്ച കൂടി അവിടെ നിൽക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അല്ലേൽ ഇന്ന് തന്നെ കൊണ്ടുവരായിരുന്നു. നിന്നേക്കാൾ അവൾക്ക് പ്രിയം അവളുടെ സച്ചേട്ടനോടല്ലായിരുന്നോ? അത് പറഞ്ഞ് മുത്തശ്ശൻ കണ്ണു തുടച്ചു. എൻ്റെ ആമി എല്ലാത്തിനും സാക്ഷിയായിരുന്നിരിക്കണം. അലക്സ് ഇനി വായ തുറന്നില്ലെങ്കിലും സച്ചിക്ക് വേണ്ടി നമ്മുടെ ആമി സംസാരിക്കും. അത് മതി. തുളുമ്പാൻ തുടങ്ങിയ കണ്ണുനീർ തുള്ളികളെ അടർത്തി മാറ്റിക്കൊണ്ട് വിഷ്ണു പറഞ്ഞൊപ്പിച്ചു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയാൻ ശാരദയോട്. പെട്ടെന്ന് വിഷയം മാറ്റാനായി മാധവ പണിക്കർ പറഞ്ഞു. ഇപ്പോൾ ഒന്നും വേണ്ട മുത്തശ്ശ, ഞങ്ങൾ ഇനി ഇവിടെ തന്നെ കാണുമല്ലോ. കേസൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ കുറച്ച് പണിയുണ്ട്. സേതു പറഞ്ഞതിന് അയാൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഞങ്ങൾ ഇറങ്ങുവാണേ.
അധിക നേരം അവിടെ ചെലവഴിക്കാൻ കഴിയാത്തത് തന്നെ സച്ചിയുടെ ഓർമ്മകൾ കൂടുതൽ വേദനിപ്പിക്കുമെന്നതുകൊണ്ട് തന്നെയാണ്. വിഷ്ണുവും സേതുവും വന്നു പോയതിൽ പിന്നെ കൂടുതൽ സന്തോഷത്തിലായിരുന്നു അഭിരാമി. മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അച്ഛനമ്മയും വിഷ്ണുവും അഭിരാമിയും ചേർന്ന കുഞ്ഞു കുടുംബം. അച്ഛനമ്മയും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളായി പറയാൻ ആരും ഉണ്ടായിട്ടില്ല. ആകെ സൗഹൃദം ഉണ്ടായിരുന്നത് സച്ചിയുടെ അച്ഛനുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിയുടെ വീടുമായി നല്ല അടുപ്പത്തിലായിരുന്നു. സച്ചിയും വിഷ്ണുവും നല്ല കൂട്ടുകാരായി. അവരുടെ കുഞ്ഞു പെങ്ങളായി ആമിക്കുട്ടി വിലസി നടന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർ കൂടെ കൂട്ടിയതാണ് സേതുവിനെ. പിന്നെ 4 സംഘമായി. മറ്റു 2 പേർക്കും സഹോദരങ്ങളുണ്ടായിരുന്നില്ല. ആമിയെ മൂവരുടെയും പൊന്നോമന അനിയത്തിയായി ഏറ്റെടുത്തു. അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞുപോയ നാളുകള്. ഓരോന്നോർത്ത് അവസാനം ആ നശിച്ച ദിവസത്തിലെത്തി നിന്നു മനസ്സ്. ശ്രീഹരിയെ ജീവനേക്കാൾ സ്നേഹിച്ചു, വിശ്വസിച്ചു. തന്റെ 3 ഏട്ടന്മാരോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സച്ചിയും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഈ ഇരുട്ടറയ്ക്കുള്ളിൽ കുറച്ചു നാളെങ്കിലും ജീവിച്ചു തീർക്കേണ്ടി വരില്ലായിരുന്നു. ഓരോന്നോർക്കവേ കണ്ണുകൾ ആർത്തലച്ചു പെയ്തു. ഇനി കരഞ്ഞിട്ടെന്ത് കാര്യം? തന്റെ മാനം കാക്കുമെന്ന് വാക്ക് തന്നവൻ കുറച്ച് ലഹരിക്ക് വേണ്ടി സ്വന്തം പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞു. മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിതയായി നിൽക്കേണ്ടി വന്നു. ഒക്കെ സഹിക്കാം. തനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന ആ പാവം ചെറുപ്പക്കാരന്റെ ജീവന് പകരം കൊടുക്കാൻ എന്തിനു കഴിയും? ശ്രീജമ്മയും മുത്തശ്ശനൊക്കെ ഇപ്പൊ തന്നെ ശമിക്കുന്നുണ്ടാവും. ആ മുറ്റത്ത് ഏട്ടന്റെ ഒപ്പം കളിച്ചു വളർന്നതല്ലേ താനും. കണ്ണടച്ചാ കാണുന്നത് ആ കാളരാത്രിയാണ്. വൈകുന്നേരം തന്നെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു പോയതാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയിരുന്നു. അവനെ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാവും പറയുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു. ഒടുവിൽ അവരുടെ സംഭാഷണം കേൾക്കുന്നത് വരെ മാത്രമേ ആ വിശ്വാസത്തിന് ആയുസ്സുണ്ടായുള്ളൂ. ചതിക്കപ്പെട്ടെന്ന് തോന്നിയ നിമിഷം ഓടി രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിയുമായിരുന്നില്ല. താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാമെല്ലാമായ സച്ചേട്ടന് സ്വയം ബലിയാടാകേണ്ടി വന്നു. എല്ലാത്തിനും സാക്ഷിയായി താനും. കണ്ണുനീർ കവിളുകളെ നനയിച്ച് അതിവേഗം ഒഴുകി. ഓർമ്മകളിൽ നിന്നും ആമി തിരികെ വന്നുവെങ്കിലും അവളുടെ കണ്ണുനീർ മഴ തോർന്നിരുന്നില്ല. ആമിയെ കൊണ്ടുവരാൻ പറഞ്ഞ ദിവസം അതിരാവിലെ തന്നെ സേതുവും വിഷ്ണുവും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. നിങ്ങൾ വെളുപ്പിനെ തന്നെ പുറപ്പെട്ടോ? ഇന്നത്തെ ദിവസത്തിനായി കാത്തിരിക്കുമായിരുന്നില്ലേ ഡോക്ടർ? മനസ്സ് ഇവിടെ തന്നെയായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കണ്ടേ? സേതു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ അപ്പുറത്തിരുന്നോളൂ. അഭിരാമിയെ കൂട്ടിയിട്ട് ഇയാളിപ്പോ വരും. അവളെ ഒന്ന് വീണ്ടും കാണുന്നത് വരെ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. പുഞ്ചിരിയോടെ തങ്ങളുടെ നേരെ നടന്നെടുക്കുന്ന ആമിയിൽ അവരുടെ കണ്ണുടക്കി. തീർത്തും പഴയ ആമിയായതുപോലെ. ഓടിവന്ന് ഇരുവരെയും ചേർത്ത് അവൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്തിനാ മോളെ കരയുന്നേ? ഇപ്പൊ സന്തോഷിക്കേണ്ടേ വേണ്ടേ? സേതു അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവളെ ചികിത്സിച്ച പേപ്പറൊക്കെയായി ഡോക്ടർ എത്തിയിരുന്നു. അയാളോട് നന്ദി പറഞ്ഞ് മൂവരും അവിടെ നിന്നിറങ്ങി. നമ്മളാദ്യം സച്ചേട്ടന്റെ വീട്ടിലേക്കാണോ ഏട്ടാ പോകുന്നേ? തിരിച്ചു പോകുമ്പോൾ തികഞ്ഞ നിശബ്ദത നിറഞ്ഞിരുന്നു. അതിനിടയിലാണ് ആമിയുടെ ചോദ്യം. അതേന്ന തരത്തിൽ വണ്ടി ഓടിക്കുകയായിരുന്ന വിഷ്ണു തലകുലുക്കി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവൾ ആ സീറ്റിലേക്ക് തലചായ്ച്ചു കിടന്നു. ആമി എണീറ്റേ, വീടെത്തി. അവളൊന്ന് മയങ്ങിപ്പോയിരുന്നു. അപ്പോഴേക്കും മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാവർക്കും തന്നോട് വെറുപ്പായിരിക്കുമെന്ന് മനസ്സ് പറയുന്നുണ്ട്. ഓരോന്നോർത്ത് കയറാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് ശ്രീജയുടെ ശബ്ദം. എന്താ അമ്മക്കുട്ടി അവിടെ അന്തം വിട്ട് നിൽക്കുന്നേ? ഞങ്ങളെ നീ മറന്നുപോയോ? തന്നോട് മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ സംസാരിക്കുന്നവരെ അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവരുടെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടായിരുന്നു ബാക്കിയെല്ലാവരും പുറത്തേക്ക് വരുന്നത്. എന്താ മോളെ ഇത്? സച്ചിയോർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട. അവന് അത്ര ആയുസ് ഈശ്വരൻ വിധിച്ചിട്ടുള്ളൂ എന്ന് ആശ്വസിക്കാം നമുക്ക്. ശ്രീജ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. എൻ്റെ മോളെ ദൈവം തിരിച്ചു തന്നല്ലോ. അതിന് ദൈവത്തിനോട് നന്ദി പറയണം. അല്ലാതെ കരഞ്ഞ് വിഷമിക്കരുത്. ഇനിയുള്ളത് നന്നായി ജീവിച്ചു തീർക്കണം. വേറൊന്നും എൻ്റെ കുട്ടി ആലോചിക്കണ്ട. ശ്രീജയുടെ മറുപടി ഒരമ്മയുടെ തീർത്താൽ തീരാത്ത സ്നേഹം തന്നെയായിരുന്നു. സ്വന്തം മകളായി തന്നെയാണ് ആമയെ കണ്ടിരുന്നത്. ഇപ്പോഴും അതിലൊരു മാറ്റവും ഇല്ല അവർക്ക്. പഴയതുപോലെ അവൾ എല്ലാവരോടും സംസാരിച്ചു. അവൾ പഴയ ആമയായി മാറിയിരുന്നു. വിഷ്ണുവിന്റെ അച്ഛനമ്മയും സച്ചിയുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അവർ അവിടെ തന്നെ കൂടി. മാവിൻ ചുവട്ടിൽ സേതുവും വിഷ്ണുവും സംസാരിച്ചിരിക്കുമ്പോഴാണ് ആമി അങ്ങോട്ടേക്ക് വന്നത്. എനിക്കങ്ങോട്ട് വരാമോ? അവളൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു. എന്താണ് അമ്മിക്കുട്ടിയെ? സേതു ചോദിച്ചതും അവളുടെ മുഖത്ത് ചിരി മായുന്നത് അവരറിഞ്ഞു. എന്താ അമ്മി? രണ്ടാളും ഒരുമിച്ചാണത് ചോദിച്ചത്. എനിക്ക് ഭ്രാന്ത് വന്നതുകൊണ്ട് എന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ ഏട്ടാ?
അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യത്തിൽ ഇരുവരും അതിശയത്തോടെ അവളെ നോക്കി. എന്റെ മോക്കിപ്പോ അങ്ങനെ തോന്നാൻ എന്താ കാര്യം? ഒന്നുമില്ലേട്ടാ. സച്ചേട്ടന്റെ മരണം നേരിട്ട് കണ്ടവളാ ഞാൻ. അതും ഞാൻ കാരണം. ഞാൻ സാക്ഷി പറഞ്ഞ കോടതി വിശ്വസിക്കൂ? ഒരു ഭ്രാന്തിയെ ഒരു നിയമവും വിശ്വസിക്കുന്നില്ലാലോ. അതും പറഞ്ഞ് ഏങ്ങി ഏങ്ങി കരയുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇരുവരും കുഴങ്ങി. ഇതാണോ ആമിയെ നിന്റെ പ്രശ്നം? സേതുവിന്റെ ചോദ്യം കേട്ട് അവൾ അവനെ മിഴിച്ചു നോക്കി. എന്റെ മോളെ, നീ ഇതൊന്നോർത്ത് ഈ കുഞ്ഞിത്തല പുകക്കണ്ട. നിനക്ക് മാനസികമായി താങ്ങാൻ കഴിയാത്തൊരു സംഭവം ഉണ്ടായപ്പോ മനസ്സ് കൈവിട്ടുപോയി. അത് തികച്ചും സ്വാഭാവികമായ കാര്യമല്ലേ? അതിന് വേണ്ട ചികിത്സ കൃത്യമായി എടുത്തതുകൊണ്ടാണ് എന്റെ മോൾക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നേ. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയെന്ന് നിന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെ ഉറപ്പും തന്നു. അതിനേക്കാൾ വലിയ തെളിവ് വേണോ നിന്നെ വിശ്വസിക്കാൻ? സേതുവിന്റെ മറുപടിയിൽ വിഷ്ണുവിന്റെ മുഖവും ആമയുടെ മുഖത്തിനൊപ്പം തെളിഞ്ഞു. സേതു അപ്പോഴേക്കും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. നിങ്ങൾക്കറിയണ്ടേ അന്ന് എന്താണ് ഉണ്ടായതെന്ന്? അതിനൊക്കെ സമയമുണ്ടല്ലോ ആമി. അറിയണമെന്ന് മനസ്സ് തുടിക്കുന്നുണ്ടെങ്കിലും അവൾ പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടാവാമെന്ന് വിചാരിച്ചാണ് വിഷ്ണു അങ്ങനെ പറഞ്ഞത്. വേണ്ടേട്ടാ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. സച്ചേട്ടന് നീതി ലഭിക്കണം. ഒളിഞ്ഞിരുന്ന് എല്ലാം കണ്ട് രസിക്കുന്ന കൊലയാളി എത്രയും വേഗം പിടിക്കപ്പെടണം. സച്ചേട്ടന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിനി ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? എന്നാ നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അലക്സാണ് ഇതറിയുന്ന മറ്റൊരാൾ. എന്തു വന്നാലും അവൻ വായ തുറക്കില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മതിയോ, അതോ പോലീസിനോട് മൊഴി കൊടുക്കണം? ഞാൻ CI സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ? സേതു അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. വിച്ചു സാറ് നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാമോ എന്ന് ചോദിച്ചു. വരാന്ന് പറഞ്ഞു. കുഴപ്പമില്ലല്ലോ, നമുക്കിപ്പോൾ തന്നെ പോയേക്കാം. വിഷ്ണുവിനും സേതുവിനും ഒപ്പം നടന്നു വരുന്ന ആമയിൽ അലക്സിന്റെ കണ്ണുകൾ ഉടക്കി. ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് കരുതിയവളാണ് മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി നടന്നു വരുന്നത്. അവളെ കണ്ടതും ശ്രീഹരി ആമി എന്ന് ഉറക്കെ വിളിച്ചെങ്കിലും അവളൊന്ന് തിരിഞ്ഞു നോക്കിയതല്ലാതെ ഒരു പരിചയഭാവവും കാണിച്ചില്ല. അലക്സിന്റെ ഉള്ളിൽ കനലെരിഞ്ഞു തുടങ്ങിയിരുന്നു. മനോരോഗിയുടെ മൊഴി അസാധുവായി പോകുമോ എന്ന ഒരു വിശ്വാസം മാത്രമാണ് അവനുണ്ടായിരുന്ന ഏക ആശ്വാസം. ഈ കുട്ടി അറിയാത്തതായി ഈ കൂട്ടത്തിൽ ആരും ഇല്ലല്ലോ അല്ലേ? നിസാം ഒരു പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ ശ്രീഹരി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. അലക്സ് നിർവികാരതയോടെ നിസാമിനെയും ആമയെയും മാറി മാറി നോക്കി. എടോ, അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അന്ന് തന്റെ കൂട്ടുകാരിയുടെ അടുത്ത് നിന്ന് പോയതിനു ശേഷം എന്താ സംഭവിച്ചേ? നിസാം ഒറ്റ ചോദ്യത്തിൽ അവളോട് ചോദിച്ചു. ആമി ശ്രീഹരിയെ നോക്കി ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. ശേഷം തുടർന്നു. ഒത്തിരി വിശ്വസിച്ചവൻ വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയി. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായി പോയി അത്. അതിനേക്കാൾ വലിയ തെറ്റാണ് ഈ നിൽക്കുന്നവൻ. ശ്രീഹരിയെ ചൂണ്ടി അവള് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയിരുന്നു. ഇയാൾ കൂടുതൽ പരിങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നെ മാറ്റി നിർത്തിയുള്ള അവരുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എങ്ങനെയും രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ എന്നെയും അവരെയും ഒക്കെ ചതിക്കാൻ നോക്കി. അവസാനം അവനെല്ലാം നഷ്ടായി. ആരൊക്കെയോ ചേർന്ന് ഇവനെ തല്ലി അവശനാക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ നോക്കി നിൽക്കാൻ മാത്രമേ എനിക്കായുള്ളൂ. പിന്നീട് എന്താ ഉണ്ടായത്? എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരുന്നതും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയാണ്. അവര് പോയി കഴിഞ്ഞതും ഈ നിൽക്കുന്നവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അലക്സിന്റെ നേരെ വിരൽ ചൂണ്ടി അവളത് പറയുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. അതുവരെ തലയുയർത്തി നിന്ന അലക്സ് ആരുടെയും മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ ദൃഷ്ടിയൂന്നി നിന്നു. ആദ്യം ഞാൻ കുറെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാളുടെ കൈക്കരത്തിന് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ആരോ വാതിലിൽ മുട്ടിയത്. എന്നെ പൂട്ടിയിട്ട് ഇയാൾ പുറത്തേക്കിറങ്ങി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? കൃഷ്ണജിത്ത് ആവേശത്തോടെ ചോദിച്ചു. എനിക്ക് ആളെ കാണാൻ കഴിഞ്ഞില്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഉടനെ ഒരു പെൺകുട്ടിയെ എത്തിക്കണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഒരാൾ അകത്തുണ്ടെന്നും അടുത്ത ദിവസം എത്തിക്കുമെന്നും ഇയാൾ വന്ന ആൾക്ക് വാക്കുകൊടുത്തു. അയാൾക്ക് ആളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുമായിരുന്നില്ല. ആരാണത്? നിസാമാണ് ചോദിച്ചതെങ്കിലും എല്ലാവരും കേൾക്കാൻ ഒരുപോലെ കാതുകൂർപ്പിച്ചു. എല്ലാവരും ഒരുപോലെ ആരാധിക്കുന്ന നല്ലവനായ ഉണ്ണി, നമ്മുടെ സ്വന്തം മുകുന്ദൻ അങ്കിൾ. നീ എന്താ അമ്മീ പറയുന്നേ? വിഷ്ണു ദേഷ്യം കൊണ്ട് ചാടി എഴുന്നേറ്റു. ഏട്ടൻ എന്നെ ഭ്രാന്തിയെന്നോ എന്തു വേണേലും പറഞ്ഞോ, ഞാൻ പറഞ്ഞത് സത്യാണ്. ആമി, ഇതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും മോളെ? നമ്മളിപ്പോ നേരെ പോയത് അവിടേക്കല്ലേ? അവിടെ മുകുന്ദനങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. ജോലിയുടെ കാര്യത്തിന് പോയതെന്നല്ലേ പറഞ്ഞേ? ഇവന്റെ താവളത്തിൽ ഇപ്പോൾ അങ്കിളും ഉണ്ടാവും.
അങ്കിളിനെ കണ്ടതും ഞാൻ നിലവിളിച്ചു കരഞ്ഞു. ഓടിച്ചെന്ന് ഭയം പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എനിക്ക് ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞത്. എന്നെ കണ്ടൊന്ന് ചിരിച്ച ശേഷം ഇവള് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന ചോദ്യവുമായി സച്ചിയേട്ടൻ വന്നത്. ഏട്ടനെ കണ്ട് അയാൾ ഞെട്ടിയിരുന്നു. എന്നെ രക്ഷിക്കാൻ വന്നതെന്ന് കള്ളം പറഞ്ഞെങ്കിലും ഏട്ടൻ വിശ്വസിച്ചില്ല. ഒരുപക്ഷെ അവിടെയുണ്ടായ സംഭാഷണം മുഴുവൻ ഏട്ടൻ നേരത്തെ കേട്ടിട്ടുണ്ടാവണം. ആമിയുടെ വാക്കുകൾ ഇടുത്തി പോലെയാണ് വിഷ്ണുവിനും സേതുവിനും അനുഭവപ്പെട്ടത്. മോളെ, ഞങ്ങളിതൊക്കെ എങ്ങനെയാ? വിഷ്ണു പൂർത്തിയാക്കാനാവാതെ കരഞ്ഞുപോയിരുന്നു. വിശ്വസിച്ചേ മതിയാവൂ വിച്ചേട്ടാ. ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ലേ. എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമം നടന്നപ്പോഴാണ് സച്ചിയേട്ടൻ ഇടയിൽ കയറിയത്. അവര് തമ്മിൽ വലിയ വാക്കുതർക്കം നടന്നു. എന്നെ ഇയാൾ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ സച്ചിയേട്ടൻ ഓടി വന്നു. മുകുന്ദരങ്ങൾ അപ്പോൾ പുറകിലൂടെ വന്ന് ഏട്ടന്റെ തലക്കടിച്ചു. എന്നോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറഞ്ഞു ഏട്ടൻ. എന്തു വന്നാലും തിരിഞ്ഞു നിൽക്കരുതെന്നും പറഞ്ഞു. അപ്പോ ഏട്ടന്റെ വാക്ക് കേൾക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എനിക്ക്. ഞാൻ തിരിഞ്ഞ സമയത്ത് വീണ്ടും അയാൾ ഏട്ടന്റെ തലക്കടിച്ചു. തിരിഞ്ഞു പോകാൻ തുനിഞ്ഞെങ്കിലും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. നിലത്ത് വീണ ഏട്ടനെ ഇയാളാണ് കുറെ ചവിട്ടി അവശനാക്കിയത്. കൂടുതൽ കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കുണ്ടായില്ല ഏട്ടാ. അവള് നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുമായിരുന്നു എല്ലാവരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മുഖം, അതും സ്വന്തം ചോരയെ അതിദാരുണമായി ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു? മുകുന്ദൻ ഇത്രമേൽ ക്രൂരനായിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഒരെത്തുപിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്വന്തം മകനെ വകവരുത്തിയിട്ട് അയാൾക്ക് എങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിഞ്ഞു? ഇവിടെയുണ്ടായ എല്ലാ വിവരങ്ങളും നമ്മൾ കൊലയാളിയാണ് യഥാസമയം അറിയിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ അമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കും? സ്വന്തം അച്ഛൻ തന്നെ ഒരേയൊരു പുത്രനെ വകവരുത്തിയെന്ന് അവർക്ക് വിശ്വസിക്കാനാവുമോ? ചിന്തകൾ അവനെ വല്ലാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ടു നിന്ന ആമി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ മഹാഭാഗ്യം. ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അവസ്ഥ തരണം ചെയ്യുമായിരുന്നില്ല. നിസാം ഇതൊക്കെ സത്യമാണോ എന്ന തരത്തിൽ അലക്സിനെ നോക്കി. അതേന്ന് തലചലിപ്പിക്കാൻ അല്ലാതെ അലക്സിനെ കഴിയുമായിരുന്നില്ല. അയാളിപ്പോ എവിടെയുണ്ട്? നിങ്ങൾ മുൻപ് ഇവിടെ തേടിപ്പോയ അവിടെ അവനും കാണും. ഒരിക്കലും മറന്നേക്ക് പുറത്തു വരില്ലെന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി. ആമി തിരിച്ചു വന്ന വിവരം അങ്കിൾ അറിഞ്ഞിരുന്നില്ല. വരുമ്പോ ആമിയെ കണ്ട് ഞെട്ടണമെന്ന് അവൾ പറഞ്ഞതുകൊണ്ട് ആരും അയാളെ അറിയിച്ചില്ല. ഇവളുടെ മനസ്സിൽ ഇതായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, സേതു പറഞ്ഞൊപ്പിച്ചു. അവശേഷിച്ച ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരം ലഭിച്ചു. നിസാമും കൂട്ടരും മുകുന്ദനെയും പൊക്കാൻ പോയി. ആമിയെ കൂട്ടി വിഷ്ണുവും സേതുവും സച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവരുടെ അച്ഛനമ്മയും അവിടെ എത്തിയിരുന്നു. ആഹാ, നിങ്ങളൊന്നും പറയാതെ എങ്ങോട്ടാ പിള്ളേരെ പോയേ? വന്നു കയറിയ പാടെ ശ്രീജയുടെ പരിഭവം പറച്ചിലാണ്. ഇപ്പോൾ രണ്ടാൺമക്കളെയും ഒരു പെൺകുട്ടിയെയും സ്വന്തമായി കിട്ടിയ സന്തോഷത്തിലാണ് ആള്. സ്വന്തം മകൻ അച്ഛന്റെ കൈകൊണ്ട് ഇല്ലാതായ വിവരം ആ അമ്മ അറിയുന്നില്ലല്ലോ. അതറിയുന്ന നിമിഷം ഉണ്ടാകുന്ന പ്രതികരണം ഓർക്കാൻ തന്നെ കഴിയുന്നില്ല. മുകുന്ദൻ എപ്പോഴാ ശ്രീജ വരുന്നേ? അവൻ പോയിട്ട് കുറച്ചു ദിവസമായല്ലോ. മുത്തശ്ശനാണ് മകന്റെ പരുവം കാത്തിരിക്കുന്ന അച്ഛൻ. ഇവരോടെല്ലാം എങ്ങനെ അത് പറയുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സേതുവും വിഷ്ണുവും. ആമി എല്ലാവരും കൂടി സ്നേഹിച്ചു കൊല്ലുന്നുണ്ട്. അവർക്ക് മുന്നിൽ ചിരിക്കാൻ പെടാപ്പാടുപെടുന്ന ആമിയെ വിഷ്ണുവിനും സേതുവിനുമല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശാരദാമ്മ കുറച്ചു ദിവസമായി അല്പം ക്ഷീണിതയാണ്. അതുകൊണ്ട് അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എല്ലാവരും സന്തോഷത്തിലാണല്ലോ. സച്ചിയുടെ കേസിന്റെ കാര്യം എന്തായി വിച്ചുവേ? മുത്തശ്ശിയുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് ഒരു പിടിയുമില്ലാതെ നിന്ന അവന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വന്നു. കൊലയാളിയൊക്കെ അറിഞ്ഞു മുത്തശ്ശി ഇന്ന് പിടിക്കപ്പെടും. പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയിട്ടാ വരുന്നേ. വിഷ്ണുവിന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാവണം സേതുവാണ് മുത്തശ്ശിക്ക് മറുപടി കൊടുത്തത്. ആരാ മകളെ ഇതിന്റെ പിന്നിൽ? നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ആരാണെന്ന്. മുത്തശ്ശിയോട് നുണ പറയാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇവിടുത്തെ സംഭാഷണം കേട്ടുകൊണ്ടായിരുന്നു ആമയുടെ വരവ്. അത് മുത്തശ്ശി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരായിക്കൊള്ളണമെന്നില്ല യഥാർത്ഥ കുറ്റവാളി. നമുക്ക് പ്രിയപ്പെട്ടവരാണ് കൊലയാളിയെങ്കിൽ അതും അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്ന മോളെ? എന്തേലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. മുത്തശ്ശിക്കൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. വിച്ചു, നിന്റെ ഫോണാണെന്ന് തോന്നുന്നു, ബെല്ലടിക്കുന്നുണ്ട് അകത്ത്. ശ്രീജ വന്ന് പറയുമ്പോൾ ഉള്ളിൽ തീയായിരുന്നു. ഫോണെടുത്ത് നോക്കിയപ്പോൾ പ്രതീക്ഷിച്ച ആളിന്റെ വിളി തന്നെയാണ്. നിസാമിനെ വിഷ്ണു തിരിച്ചു വിളിച്ചു. ഒരു ധൈര്യത്തിന് സേതുവിനെയും വിളിച്ച് കൂടിയിരുത്തി. ഹലോ സാർ. ആ വിഷ്ണു, ആളെ കിട്ടി. ആ കുട്ടി പറഞ്ഞൊക്കെ സത്യമാണ്. അയാളിപ്പോൾ കുറ്റബോധം കൊണ്ട് കരയുന്നുണ്ട്.
അത് പിടിക്കപ്പെട്ടതിന്റെ സങ്കടമായിരിക്കും. ഇതിനേക്കാൾ വലിയ കരച്ചിൽ അവന്റെ ജീവനറ്റ ശരീരം ഈ വീട്ടുപടിക്കൽ കൊണ്ടുവന്നപ്പോ ഒന്നും അറിയാത്തവനെ പോലെ കരഞ്ഞതാണ് ആ മനുഷ്യൻ. അയാളുടെ കള്ളക്കരച്ചിൽ ഇനിയും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾക്ക് നമ്മുടെ സച്ചിയേക്കാൾ അവന്റെ ജീവനേക്കാൾ വലുതല്ല ഇപ്പോൾ ഇയാള്. എന്തായാലും ഇന്ന് തന്നെ ഈ കേസ് അന്വേഷണം പൂർത്തിയാവുകയാണ്. സച്ചിദാനന്ദ് തുടങ്ങി വെച്ച അന്വേഷണവും അവസാനിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ കമ്മീഷണറെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. അല്പസമയത്തിന് ശേഷം പത്രസമ്മേളനം ഉണ്ടാവും. അതിൽ സച്ചിദാനന്ദന്റെ കൊലയാളിയെ എല്ലാവരും അറിയും. ഒപ്പം MLA ഉൾപ്പെടെയുള്ളവർ നടത്തിവന്ന പെൺവാണിഭവും ലഹരിയിടപാടുകളും എല്ലാം. വിഷ്ണു മറുപടി ഒരു മൂളലിൽ ഒതുക്കി. മുത്തശ്ശി കുറേ നേരമായി ടിവിയുടെ മുന്നിൽ തന്നെയാണ്. ശാരദേ, ഇതൊന്ന് മാറ്റിയിട്ട് ആ വാർത്താ ചാനലൊന്ന് വെച്ചേ. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞതും മാധവ പണിക്കർ ഉള്ളിലേക്ക് വന്നപാടെ പറഞ്ഞു. മനസ്സെല്ലാം മനസ്സോടെ മുത്തശ്ശി വാർത്താ ചാനൽ വെച്ചു. അത് കണ്ടതും വിഷ്ണുവിന്റെയും സേതുവിന്റെയും ഹൃദയം പെരുമ്പറ കൊട്ടി തുടങ്ങി. ആമി അമ്മമാർക്കൊപ്പം അടുക്കളയിലായിരുന്നു ആ സമയം. എഴുതി കാണിക്കുന്ന അക്ഷരങ്ങളിൽ സച്ചിയുടെ പേര് തിരയുകയായിരുന്നു വിഷ്ണുവും സേതുവും. ഒന്നും ഉണ്ടായില്ല. 6 മണി വാർത്തയ്ക്കാണ് മുത്തശ്ശൻ ഇപ്പോഴേ വന്ന് കുത്തിയിരിക്കുന്നത്. മുത്തശ്ശിയുടെ മുഖം കടന്നല് കുത്തിയതുപോലെയാണെങ്കിലും മറുത്തൊരക്ഷരം അവർ പറഞ്ഞില്ല. ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം. ചായയുമായി ശ്രീജയും വിഷ്ണുവിന്റെ അമ്മയും ആമയും ഉമ്മറത്തെത്തിയിരുന്നു. സമയം 6 മണി അടിച്ചതും ടിവിയിൽ പ്രധാന വാർത്തകൾ മിന്നിമാഞ്ഞു തുടങ്ങി. കേരളത്തിൽ നടക്കിയ പത്രപ്രവർത്തകന്റെ കൊലപാതകം, പ്രതി പോലീസ് കസ്റ്റഡിയിൽ. ആ വാർത്ത അതിനിടയിൽ എല്ലാവരും ശ്രദ്ധിച്ചു. സേതു, അത് സച്ചിമോനെ പറ്റിയാണോ? അതേ മുത്തശ്ശി. സേതുവിന്റെ മറുപടി കേട്ടതും എല്ലാവരുടെയും കണ്ണും കാതും ടിവിയിലേക്ക് മാത്രമായി ചുരുങ്ങി. പ്രധാന വാർത്തകൾക്കൊടുവിൽ വിശദമായ വാർത്ത തുടങ്ങി. സ്വന്തം പിതാവിന്റെ കൈകൊണ്ടാണ് യുവമാധ്യമ പ്രവർത്തകന്റെ മരണമെന്ന് കേട്ടതും എല്ലാവരും അതിലേക്ക് വീണ്ടും കാതോർത്തു. സ്ക്രീനിൽ തെളിയുന്ന മകന്റെയും കൊച്ചുമകന്റെയും ഫോട്ടോയിൽ അവരുടെ കണ്ണുകൾ ഉടക്കി. ഒന്നും കണ്ടു നിൽക്കാനാവാതെ ശ്രീജ തളർന്നു വീണു. അവർക്ക് താങ്ങായി ആമയും അമ്മയും കൂടെ ചെന്നു. നെഞ്ചത്ത് കൈവച്ച് കരയുന്ന മുത്തശ്ശിനെ ആശ്വസിപ്പിക്കാൻ അവർക്കാകുമായിരുന്നില്ല. കൊലയാളി ആരായാലും അംഗീകരിക്കണമെന്ന് ആമിമോള് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞ് കരയുന്ന മുത്തശ്ശിയെയും ചേർത്ത് പിടിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. വിഷ്ണു മുത്തശ്ശന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. പകർന്നു നൽകാൻ രാവിലെ മുതൽ സ്വരുക്കൂട്ടി വെച്ച ധൈര്യം മുഴുവൻ ചോർന്നു പോയിരുന്നു. അതൊന്ന് നിർത്തി വെച്ചേക്കും മോനെ. അവനെ പോലീസ് കൊണ്ടുപോകുന്നത് കൂടി കണ്ട ഈ നിമിഷം ഞാൻ ചിലപ്പോൾ മരിച്ചുപോകും. എന്റെ കുഞ്ഞുങ്ങൾക്ക് തണലായി ഞാനിവിടെ ഉണ്ടാവണം. മാധവ പണിക്കരുടെ വാക്കുകൾ അത്രമേൽ ദൃഢമായിരുന്നു. എന്റെ സച്ചിമോനെ കൊന്നതാരായാലും ശിക്ഷിക്കപ്പെടണം. അതിനൊരു മാറ്റവും ഉണ്ടാവരുത്. അയാളുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു സച്ചി അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നെന്ന്. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി തരണേ. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.